ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച നമ്മൾ സ്വല്പമെങ്കിലും സൈക്കോളജിക്കൽ തലത്തിലുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്നത് വളരെ മനോഹരമായ സൈക്കോളജിയും ഈ പറയുന്ന പോലെ ടെക്നോളജിയും എല്ലാം വികസിപ്പിക്കുന്ന ഒരു പാർട്ടായിട്ട് മാറും എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഐൻസ്റ്റീൻ മൊമെന്റ്, ഡിസ്കവറിംഗ് ബ്രേക്ക് ത്രൂ ആൻഡ് അൺലോക്കിംഗ് പൊട്ടൻഷ്യൽസ്. തീർച്ചയായിട്ടും ഈ കാലത്ത് ഏറ്റവും അത്യാവശ്യമായ ഒരു ടോപ്പിക് എന്ന നിലയിൽ നമുക്ക് വളരെ ആകാംക്ഷയോടെ ഇരിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. വൺസ് അഗെയിൻ എ വാം ഈവനിങ്. നമ്മുടെ ഫ്രീ വെബിനാറിലെ ഇങ്ങനൊരു സെഷനിൽ ഒരിക്കൽ കൂടി ഓപ്പർച്യൂണിറ്റി. നമ്മൾ പുതിയ വിഷയങ്ങൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരീസ് എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, എന്താണ് ഈ ഐൻസ്റ്റീൻ മൊമെന്റ് എന്നുള്ളതിനെ കുറിച്ച് ഉള്ളൊരു സങ്കല്പം. സാബു സാറേ, സാറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ ഐൻസ്റ്റീൻ മൊമെന്റിനെ കുറിച്ച് രണ്ട് വാക്ക് സാറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലൂടെ പറഞ്ഞോ സാർ. നമ്മുടെ ഐൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. എന്തിനേയും പൊന്നാക്കുന്ന, അല്ലേ, ഇല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന മൂവ്മെന്റ്സ് ആണെല്ലാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ പാർട്ട്, ഒരു മോട്ടിവേഷൻ പാർട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ തന്നെ, അതെ തന്നെ. ഐൻസ്റ്റീനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച ആള്, എന്താണ് അങ്ങനെ ഭൗതിക ശാസ്ത്രത്തിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് പ്രതിഭയുടെ നിമിഷങ്ങൾ എന്ന് പറയുന്ന പോലെ പെട്ടെന്നുള്ള തിരിച്ചറിവുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളായിരുന്നല്ലോ ഐൻസ്റ്റീൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു തിരിച്ചറിവിനെയാണ് ഐൻസ്റ്റീൻ മൊമെന്റ് എന്നൊരു ഫ്രേസ് ഉണ്ട് പലയിടത്തും ഈ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വരുന്നവർ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, ശരിക്കും ദിവസവും ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളും ജീവിതത്തിലെ ഈ യാത്രയിലെ ഒരു പുതിയ കാര്യം നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളൊരു കാര്യം കണ്ടുപിടിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം, ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട്. അത് വലിയ വലിയ കണ്ടുപിടുത്തങ്ങളാവണമെന്നൊന്നും ഇല്ലല്ലോ സാർ. ചെറിയ കാര്യങ്ങളാവാൻ നമ്മൾ അന്നേ വരെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഇപ്പോൾ ഒരു കാര്യം ചിലപ്പം ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു കോസ് കാണും. സോ ഐ വിൽ ഗോ ബാക്ക് ടു ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഒരു ചെറിയൊരു കാരണം കൊണ്ട് വലിയൊരു എഫക്റ്റ് ഉണ്ടാകുന്നു. അപ്പം അതുപോലെ പ്രപഞ്ചത്തിൽ മുഴുവൻ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ സംഭവവികാസങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ദ ചേഞ്ചസ്. അപ്പം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ഓരോ നിമിഷത്തിലും പുതിയ കാര്യങ്ങൾ പിറക്കുന്നു എന്നുള്ളതൊരു പുതിയ അറിവല്ല സത്യത്തിൽ. അപ്പം ഞാനതിൻ്റെ മറ്റുള്ള ചില ഏടുകളൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് ഇവിടെ പറയാം. അങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ ഇവിടെ ഒന്ന് നമുക്ക് അവതരിപ്പിക്കാമെന്നൊരു തോന്നലുണ്ടായത്. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റ് ചെറിയൊരു ഷോർട്ട് നോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ നിമിഷങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ ചില പല കാര്യങ്ങളും നമുക്കൊരു തിരിച്ചറിവ് കിട്ടുന്നത്. അല്ലെങ്കിൽ അതൊരു പുതിയ കാര്യമാണ്, ഒരു മുന്നേറ്റമാകാം. അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അങ്ങനെയൊക്കെയും പറയാമല്ലോ. ആശയങ്ങളും അങ്ങനെ ആയിരിക്കും. അപ്പോൾ പുതിയതും നമുക്കങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തമായ നിമിഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് മിക്കവാറുള്ള എല്ലാ ഈ കണ്ടുപിടുത്തങ്ങളായാലും അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളായാലും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിലായാലും കലയിലായാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ ആണെങ്കിലും ഒരു ഐൻസ്റ്റീൻ നിമിഷം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ കാര്യത്തിലെ ഒരു പുരോഗതിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുമെന്ന് പറയാം. അപ്പോൾ മനുഷ്യൻ്റെ ശക്തിയുടെയും ഒരൊറ്റ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന അതിശയമായ സാധ്യതകളെ കുറിച്ചുള്ള ശരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അത്തരം നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ജിജ്ഞാസ ഇല്ലാത്തവരാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വേണ്ട രീതിയിൽ ഒരു മുന്നോട്ടുള്ള രീതിയിൽ പലപ്പോഴും എടുക്കാറില്ല. എല്ലാവർക്കും പറ്റുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണെങ്കിൽ തന്നെ
സോ 3 feet ഫ്രം ഗോൾഡിൽ നിന്ന് പലതും നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനെ ഒരു വേണ്ട രീതിയിലുള്ള ഒരു അതാണ് ഈ ഡിസ്കവറിങ്. നമ്മുടെ ഈ ബ്രേക്ക് ത്രൂ നമുക്കറിയില്ല. അപ്പം അതിനകത്തുള്ള നമ്മുടെ പൊട്ടൻഷ്യലും അറിയണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ഒരു ഇറ്റ്സ് എ ജേർണി ആക്ച്വലി. ഓക്കെ, അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിലാണ് പലതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ബിക്കോസ് ഓഫ് ദി ലോ ആൻഡ് കോസ് ആണ് ശരിക്കും പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ കാര്യങ്ങളും നമ്മൾ ഈ യുഗത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തോരം പുതിയ കാര്യങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ സംഭവിച്ചത് ഏതോ ഇങ്ങനെയുള്ള ഒരു നിമിഷങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരാൾക്ക് തോന്നിയ ഐഡിയ ആകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് തോന്നിയ ഐഡിയയിൽ നിന്നൊക്കെ തോന്നിയ കാര്യങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എഫക്റ്റിലേക്ക് നീങ്ങിയിട്ടുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കമില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഓരോ മുന്നേറ്റവും നമ്മളുടെ യഥാർത്ഥ കഴിവുകൾ തുറന്നു കാണിക്കുന്ന ഒരു ചുവടാണ്. സോ ദാറ്റ് ഇസ് മൈ പോയിന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സബ്ജക്റ്റിലേക്ക് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. ഡിസ്കവറിങ് ബ്രേക്ക് ത്രൂസ് ആൻഡ് അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഈ ഐൻസ്റ്റീൻ മൊമെന്റ് എന്നുള്ള ഈ ഒരു ചെറിയ ടൈറ്റിലിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ, ഇറ്റ് റെഫേഴ്സ് ടു എ മൊമെന്റ് ഓഫ് പ്രൊഫൗണ്ട് ഇൻസൈറ്റ് ആൻഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഐഡിയ ദാറ്റ് ട്രാൻസ്ഫോംസ് അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഐൻസ്റ്റീൻ മൊമെന്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഇൻസൈറ്റിൽ നമുക്കൊരു ബ്രേക്ക് ത്രൂവിൽ കൂടെ ഉണ്ടാകുന്ന ഐഡിയകളെയാണ് ദാറ്റ് വിൽ ട്രാൻസ്ഫോം ദ ഹോൾ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് വാസ് ഹാവിങ് ബിഫോർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടു എക്സ്പ്ലോർ ഹൗ ടു റെക്കഗ്നൈസ്, അർക്കൈവ് ആൻഡ് ലിവറേജ് ദീസ് മൊമെന്റ്സ് ടു അൺലോക്ക് അവർ പൊട്ടൻഷ്യൽ. നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും മനുഷ്യർ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. യന്ത്രങ്ങൾ ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. യന്ത്രങ്ങളെ മാത്രമേ മനുഷ്യൻ കണ്ടുപിടിച്ചില്ല. അപ്പോൾ അതിനൊക്കെയുള്ള ടെക്നോളജി ആയാലും ഒക്കെ ആണെങ്കിലും, അപ്പോൾ അതാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. നമ്മളതിൻ്റെ ലിവറേജസ് ഒക്കെ എല്ലാവർക്കും ലോക സമൂഹത്തിനൊക്കെ പോലും കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും ഇറ്റ്സ് ബിലോങ്സ് ടു ദ ഹ്യൂമൻ ബ്രെയിൻ ആൻഡ് ഹ്യൂമൻ എഫേർട്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വ്യക്തിനോട്ടമാണ് നമ്മൾ ഇന്ന് ഐൻസ്റ്റീൻ മൊമെന്റ്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് കൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ, മൊമെന്റ്സ് ഓഫ് സഡൻ റിയലൈസേഷൻ ഓർ ഇന്നോവേഷൻ ദാറ്റ് ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂസ്. പെട്ടെന്നായിരിക്കും ഇങ്ങനെയുള്ള റിയലൈസേഷനും പിന്നെ നമ്മുടെ ഇന്നോവേഷനും ഒക്കെ ഉണ്ടാകുന്നത്. ഇതായത് ന്യൂട്ടൺസ് ലോ തന്നെ എങ്ങനെയാണല്ലോ കണ്ടുപിടിച്ചത്. ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള ഒരു നിയമം കണ്ടത് ന്യൂട്ടൺസ് ലോയിൽ പറയുന്നത് പെട്ടെന്ന് ആപ്പിൾ താഴെ വീഴുന്ന കാര്യത്തിൽ കൂടെ ന്യൂട്ടൺ അത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതാണ്. സോ ദ മൊമെന്റ്സ് ഓഫ് സഡൻ റിയലൈസേഷൻ ഓർ ഇന്നോവേഷൻ ദാറ്റ് ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ബ്രേക്ക് ത്രൂസ്. അങ്ങനെയാണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മുന്നേറ്റങ്ങളും ഒക്കെ നടത്തുന്നത്. ഇറ്റ് ഈസ് വെരി സഡൻ. Somebody is realizing that something is there. There's a potential finding of a effect that will create to the moments of innovation. ഉദാഹരണമാണ് ഇത് കാണുന്നത്. നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ഡെവലപ്മെന്റ് ഓഫ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, അപേക്ഷിക സിദ്ധാന്തം ഒക്കെ ഇങ്ങനെയാണ്. ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപേക്ഷിക സിദ്ധാന്തം അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഇപ്പം മോഡേൺ യുഗത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ദി ഓൾ ദ ടെക്നോളജി ഇൻക്ലൂഡിങ് ദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഡിസിൻ ആൻഡ് ആർട്ട്, every sectors or every field there is innovations including the AI technology. ഇപ്പോൾ AI ടെക്നോളജി ഉപയോഗിച്ച് ഇപ്പം ഇനി വരാൻ പോകുന്ന കാലത്ത് തന്നെ എന്തൊക്കെയാ നമുക്ക് സാധ്യമാകുന്ന സാധ്യതകളുടെ ഒരു അനന്ത ലിസ്റ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. നമ്മൾ ഹ്യൂമൻ കഴിവുകളെയൊക്കെ കവച്ചു വെക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അതിനേക്കാളും മേലെ പോകുന്നൊക്കെ പറയും. പക്ഷേ നമുക്കറിയാം, ടെക്നോളജി എപ്പോഴും നമ്മൾ പുതിയ വരുന്ന ടെക്നോളജികൾ പഠിക്കുകയും അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒരുപക്ഷെ ജീവിതത്തിന് പോലും ഒരുപക്ഷെ തടസ്സങ്ങൾ ഉണ്ടായേക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ AI എല്ലാവരും വളരെ വിശദമായിട്ട് സംസാരിക്കുന്ന സബ്ജക്റ്റുകളാണ്. AI യുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക്
ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ടെക്നോളജീസ് ഗ്രോവിങ് എവറി ഡേ ആൻഡ് ഡേ. അപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ മോഡേൺ എക്സാമ്പിളിൽ പോലും പറയുന്നതാണ് ഇന്നോവേഷൻസ് ആർ ഹാപ്പനിങ് എവരിവെയർ ഇൻ ടെക്നോളജി. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ പോകുന്നത്. മനുഷ്യൻ്റെ ഹ്യൂമൻ ബ്രെയിൻ്റെ സഹായത്തോടെ എപ്പോഴും വളരെ ഇന്നോവേറ്റീവുള്ള കാര്യങ്ങൾ മോഡേൺ നടക്കുന്നു. നമ്മൾ ഈ നേരത്തെ കണ്ട തിയറികളൊക്കെ എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പം ന്യൂട്ടൺസ് ലോ ഒക്കെ വന്നു, ആപേക്ഷിക സിദ്ധാന്തം വന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഇതൊക്കെ വന്നെങ്കിലും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിന് ഡെവലപ്മെൻറ്റ്സും ഒക്കെ ഒരുപാട് നടക്കുന്നില്ല. പുതിയ തരത്തിലുള്ള ഐൻസ്റ്റീൻ മൊമെൻറ്റ്സും പല ബ്രാഞ്ചസിൽ നിന്നുണ്ടാകുന്ന പലർക്കും തോന്നുന്നുണ്ട് ഇറ്റ്സ് എ ജോയിൻ്റ് എഫേർട്ട് ആൻഡ് പീപ്പിൾ ആർ പുട്ടിങ് എഫേർട്സ്, മണി, പവർ ടു കം ടുഗദർ ടു ഫൈൻഡ് ഔട്ട് ന്യൂ തിങ്സ്. ചിലർ മാത്രമായിട്ട് ഇപ്പം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് കാലഘട്ടങ്ങളൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. അപ്പം നമ്മളുടെ ഒരു ചോദ്യം ഇതാണ്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഐൻസ്റ്റീൻ മൊമെന്റ് തോന്നാറുണ്ടോ നമ്മളുടെ ലൈഫിൽ? പലപ്പോഴും തോന്നാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ അത് ചിലപ്പോൾ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയ ഐഡിയ തോന്നിയിട്ടില്ലേ? ഒരുപക്ഷെ അത്ര വലിയൊരു ഒരു വലിയൊരു ഒരു സയൻറ്റിഫിക് ഒരു കണ്ടുപിടുത്തം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ ഒക്കെ പോയിട്ടില്ല. ആർക്കെങ്കിലും ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് പറയാമോ? ഒരു ചെറിയ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ഗോ ഹെഡ് വിത്ത് അവർ സബ്ജക്റ്റ്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു 2 വാക്ക് പറയുമോ? നമ്മുടെ ബ്രെയിനിലും തോന്നിയിട്ടില്ലേ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യാവുന്ന ഐഡിയകൾ വന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ആരെങ്കിലും? ഓൾറെഡി ഉള്ള ഐഡിയാസിന്റെ മോഡിഫിക്കേഷന്റെ തലത്തിലൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ കടന്നു വരാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡ്യൂഷനും ഒരു എന്തോസിയാസവും ഒക്കെ കുറവായതുകൊണ്ട് അതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടങ്ങ് വിട്ടുകളയും. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും, ഗവൺമെൻറ് സെക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഈ സ്റ്റാർട്ടപ്പ് പോലുള്ള തലങ്ങളിലൊക്കെ കാണാറുണ്ട്. അതെ അതെ അതെ, ശരിയാണ് സാർ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് പറയാനുണ്ടോ? അപ്പോൾ അതാണ്. അപ്പോൾ എനിവേ നമുക്ക് സാബു സാറ് പറഞ്ഞ പോലെ തന്നെ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്, നേരത്തെ തോന്നിയ ഐഡിയകളുടെ അതിൻ്റെ ഇന്നോവേഷൻസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ തരത്തിലുള്ള. അപ്പം ഇത് എല്ലാവർക്കും ഇതിൻ്റെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് പോലും നമ്മൾ തന്നെ അറിയാണ്ട് ചിലപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അന്ന് വരെ ചെയ്യാത്ത രീതിയിൽ നിന്ന് മാറി ചെയ്ത് നിന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ്. ഈ ഐൻസ്റ്റീൻ്റെ അപേക്ഷിക സിദ്ധാന്തവും തിയറി ഓഫ് റിലേറ്റീവ് കൊണ്ടുവന്നെങ്കിലും നമുക്കും അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് സഹായകരമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ AI തന്നെ നമുക്ക് എടുത്താൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ടെക്നോളജി വളർന്നുകൊണ്ടേയിരിക്കുന്ന ഈ സന്ദർഭത്തിലും അതുപോലെ തന്നെ ഇപ്പം ഈവൻ ഇപ്പം മെഡിസിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ രംഗത്തൊക്കെ ആണെങ്കിൽ എന്തോരം പുതിയ പുതിയ സർജറിയൊക്കെ ചെയ്യാനുള്ള റോബോട്ടിക് ഉപകരണങ്ങൾ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ടാണ്. അപ്പം ഈ ഐൻസ്റ്റീൻ മൊമെൻറ്റിനെ സാധൂകരിക്കുന്ന പല തരത്തിലുള്ള കാര്യങ്ങളാണ് പല ഫീൽഡിലായിട്ട് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂട്ടൺസ് ലോയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് പോലും പുതിയ അറിവുകൾ വരുന്ന കാര്യങ്ങൾ അന്നുപോലെ നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഈ എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. നമ്മളത് അറിയാതെ ആയിരിക്കും ചിലപ്പം പഠിക്കുന്നത് പോലും. അഥവാ പഠിച്ചാൽ തന്നെ നമ്മളതിനെ റീകളക്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും, ഈ കാര്യം ഞാൻ നേരത്തെ ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ അതിനൊരു എന്തൂസിയാസം കൂടെ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾ എപ്പോഴും ഒരേ ട്രാക്കിൽ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ആ വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുള്ളൂ. എന്താണ്, നമുക്കൊരു നമ്മുടെ കംഫർട്ട് സോണൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ ആ വഴിയേ പോകുള്ളൂ. ചിലർക്ക് വലിയ ഇഷ്ടമാണ് സാഹസികത ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ ആ വഴി കൂടെ പോയാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ റൂട്ട് കോസസ് ഒക്കെ അറിയാനും ഒക്കെ ആയിട്ട് താല്പര്യമുള്ളവരുണ്ട്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമുക്ക് റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സും റിസ്കുകളിലൂടെ കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ഐൻസ്റ്റീൻ മൊമെൻ്റ് ഉണ്ടോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള
എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും എ സഡൻ ക്ലാരിറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ്. ചിലപ്പം ചില കാര്യം ഇപ്പോൾ വായിക്കുകയോ നമ്മൾ പഠിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ശരിക്കുള്ളൊരു അവസ്ഥ, ഒരു സ്റ്റേറ്റ് ഒക്കെ മനസ്സിലാകും. സോൾവിങ് എ ലോങ് സ്റ്റാൻഡിങ് പ്രോബ്ലം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കാലമായിട്ട് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, അതെന്തും ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് ഒരു ദിവസം ഒരു സൊല്യൂഷൻ കിട്ടും. ഇതെല്ലാം നമ്മളുടെ ആക്ഷൻ കൊണ്ടാണ് മിക്കവാറും ഈ ഈ സൊല്യൂഷൻസും കിട്ടുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദർ ആർ മെനി problems in a day, so that we all need to resolve on a case to case മാറ്ററിൽ നമ്മളത് എടുത്തേ പറ്റുള്ളൂ. ആൻഡ് ദ അതർ വൺ ഇസ് ഇന്നോവേറ്റ് ഐഡിയാസ് ദാറ്റ് ചലഞ്ച് ദ സ്റ്റാറ്റസ് കോ. ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്റ്റാറ്റസ് കോയേക്കാളും നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരാൻ ചലഞ്ച് ചെയ്യുന്നതൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് എന്നെ വേണമെങ്കിൽ കാണാം. ഇനി നമ്മുടെ മാനുഷിക തലത്തിൽ എടുത്തിട്ടുണ്ട്, പേഴ്സണൽ റിഫ്ലക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തിങ്ക് അബൌട്ട് ടൈംസ് വെൻ യു ഹാവ് ഹാഡ് എ ബ്രേക്ക് ത്രൂ. ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ നമ്മൾ തരത്തിലുള്ള അല്ലെങ്കിൽ അത് വളരെ പേര് അറിഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ തന്നെ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓർത്തെടുക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെകഞ്ഞ് നോക്കിയിട്ടെങ്കിൽ കിട്ടും. അങ്ങനെയുള്ള നമുക്കും തോന്നിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ റിഫ്ലക്ഷൻ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദാറ്റ് മൊമെൻറ്റ്. അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു പുതിയതായിട്ടൊരു ഐഡിയ കിട്ടി അല്ലെങ്കിൽ വേറിട്ട ഒരു വഴിയിൽ കൂടെ പോയിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മളെ അതിന് സഹായിച്ചത് എന്നുള്ളതെന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ടാണ് വീണ്ടും ഒരു ചോദ്യമുണ്ട്, വാട്ട് ഫാക്ടേഴ്സ് ലീഡ് ടു യുവർ ബ്രേക്ക് ത്രൂ മൊമെന്റ്സ് ഇഫ് എനി. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് അങ്ങനെ ഒരു വേറിട്ട ചിന്തയിൽ കൂടി ചെയ്യണമെന്ന് തോന്നിയതെന്നോ അല്ലെങ്കിൽ അതിനൊരു സക്സസ് കണ്ടു എന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ചിന്ത നടന്നോ പോലും നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിക്ക് വളരെ നല്ലതാണ്. കാര്യം എപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ എപ്പോഴും ഈ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ന്യൂറൽ പാത്വേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയും, അപ്പം അതൊരു പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചെയ്യാനുള്ള ഒരു അറിവ്. അതാണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാനോടാണ് നമുക്ക് നമ്മുടെ ലോജിക്കൽ പാർട്ടും എല്ലാ പാർട്ടും കൂടെ ചേർന്നാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഈ ന്യൂറൽ പാത്വേസ് ഒക്കെ പുതിയ പുതിയ വഴികൾ തുറക്കും. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒന്ന് മാറി പിടിച്ചു നോക്കൂ. ഓക്കെ, അപ്പം നമുക്ക് അതൊരു ഈ മസിൽ പവർ എന്ന് പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനും അങ്ങനെയുള്ള മസിൽസിൻ്റെ പവറൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണലി നോക്കിയിട്ടുള്ള എങ്ങനെയാണ്, നമ്മുടെ ബ്രെയിനൊരു ആക്ടിവിറ്റിയാണ്, നമ്മുടെ മെമ്മറിയെ സഹായിക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഇതിൻ്റെ കൂടുതൽ അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളെക്കുറിച്ച് കൂടുതൽ നോക്കിയിട്ടുള്ള പല ബെനിഫിറ്റ്സും ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അഥവാ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന്, നമുക്ക് ചെറിയ നേട്ടമാണെങ്കിൽ പോലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, നമുക്ക് ചെറിയ ചെറിയ ആഘോഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി നമ്മളെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആവുന്നതെന്ന് ചോദിച്ചാൽ ചെറിയ കാര്യങ്ങൾ മതി. വലിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തല പുകഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതൊരു സ്ട്രെസ്സായിരിക്കും തരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന പോലെ ഒരു സന്തോഷം പകർന്നു തരുന്ന കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊരു പുതിയ കാര്യം, ഒരു ഐൻസ്റ്റീൻ മൊമെൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൊഫഷണൽ സെക്ടേഴ്സിലൊക്കെ ഈ ടേംസ് ഉപയോഗിക്കുന്നത് ഞാൻ കുറച്ചുനാൾ മുന്നെയാണ് ഇങ്ങനൊരു ടേം ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. പല ഡിസ്കഷനുകളിലൊക്കെ പുതിയ കാര്യങ്ങൾ, പുതിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഈ ശ്രദ്ധ ഈ പർട്ടിക്കുലർ വേർഡിലേക്ക് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കും അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധം വേണമല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ടെർമിനോളജിയിൽപ്പെട്ട ഒരു വേർഡാണ് വാട്ട് ഈസ് യുവർ ഐൻസ്റ്റീൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ. പ്രൊജക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ മറ്റുള്ള ഈവൻ എല്ലാ ഫീൽഡുകളിൽ ഇത് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ എൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ആദ്യം വേണ്ടത് ദർ ഷുഡ് ബി എ ക്യൂരിയോസിറ്റി ആൻഡ് ഓപ്പൺ മൈൻഡ്നെസ്. അതാണ് വേണ്ടത്. നമുക്കൊരു ആകാംക്ഷ വേണം, ഒരു തുറന്ന മനസ്സും
ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫോസ്റ്റർ എ മൈൻഡ് സെറ്റ് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് ഓപ്പൺനെസ് ടു ന്യൂ ഐഡിയാസ്. അങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ നമുക്ക് കാര്യങ്ങളെ അറിയാം. നമ്മുടെ പഠനത്തിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അറിയാണ്ടേ ചെയ്യും. ഡ്രൈവിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഡ്രൈവിങ് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നമ്മൾ സ്റ്റിയറിങ്ങിൽ തിരിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന പോലെ. അപ്പോൾ അതിൻ്റെ ഒരു വരണം നമുക്കപ്പോൾ അത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. ഡ്രൈവിങ് പഠിക്കുന്നതും ഒക്കെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ പഠിക്കാൻ വേണം. ആൻഡ് ദർ ഷുഡ് ബി ആൻ ഓപ്പൺ മൈൻഡ്നെസ് ആസ് വെൽ. നമുക്ക് വേണ്ടത് ഈ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീടുകളിലോ അല്ലെങ്കിൽ തന്നെ നമ്മളെ ജോലി ചെയ്യുന്നിടത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇഫ് യു ഹാവ് എ കമ്പനി, ഇഫ് യു ഹാവ് കൊളാബറേഷൻ വിത്ത് ട്രസ്റ്റിംഗ് പീപ്പിൾ, ഒക്കെ നമുക്കങ്ങനെ ട്രസ്റ്റ് ചെയ്യാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ഓഫീസിൽ പോലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാതെ കിടക്കുന്ന പല പ്രോബ്ലങ്ങൾക്കും ചുവപ്പ് നാടകയിലൊക്കെ കുടിയും കിടന്ന പ്രശ്നങ്ങളും ഒക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എല്ലാത്തിനും സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് യു ഹാവ് an open mindedness to find out the solutions. അതാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒരു കൊളാബറേഷൻ ഉണ്ട്, എൻഗേജ് വിത്ത് സം others to gain the diverse perspectives. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടീം വർക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യമാണ്. പല ബ്രെയിൻ വരുമ്പോൾ നമ്മളുടെ ഐഡിയകളും മാറിക്കൊണ്ടേയിരിക്കും. മൈ ഐഡിയ വിൽ ബി ബെറ്റർ ദാൻ അതേഴ്സ്, ഓർ their ഐഡിയ വിൽ ബി ബെറ്റർ ദാൻ മൈൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കൂട്ടായിട്ടുള്ള ഡിസ്കഷനിലും കൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു കൊളാബറേഷനിൽ നിന്ന് നല്ല ഐഡിയകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ പഴയ സബ്ജക്റ്റ് പെർസിസ്റ്റൻസ്, ഉത്സാഹം, സ്ഥിരമായ ഉത്സാഹം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ വി ഹാവ് ടു ഹാവ് എ കണ്ടിന്യൂസ് പെർസിസ്റ്റൻറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്ട്, സ്റ്റേ കമ്മിറ്റഡ് ടു സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് ഓവർകമ്മിങ് ചലഞ്ചസ്. നമുക്ക് എപ്പോഴും ഈ ചലഞ്ചസ് വരുന്നത് അങ്ങനെയാണല്ലോ. നമുക്ക് ചലഞ്ചസ് വരികയാണെങ്കിൽ വി ഹാവ് ടു ഓവർകം ഓൾസോ. സോ യു നീഡ് ടു ഹാവ് എ പെർസിസ്റ്റൻസ് ടു സോൾവ് ദ പ്രോബ്ലംസ്. അങ്ങനെ ഉത്സാഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തി 3 feet ഫ്രം ഗോൾഡ് എന്നുള്ള കഥയിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ സോ യു സ്ട്രൈവ് ആൻഡ് കണ്ടിന്യൂ ടു ഹാവ് എ കണ്ടിന്യൂസ് പെർസിസ്റ്റൻസ് അൺടിൽ യു സക്സീഡ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് തുറക്കും എന്നുള്ളതും വലിയ കാര്യമാണ്. ഇനി ഇതിൻ്റെ റിഫ്ലക്റ്റീവ് പേഴ്സ്പെക്റ്റീവ് എന്ന ഒരു സബ്ജക്റ്റിൽ നമ്മൾ നോക്കില്ല. ടേക്ക് ടൈം ടു റിഫ്ലക്ട് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ലേണിങ്സ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ. ഓക്കെ, സോ യു നീഡ് ടു ഹാവ് എ പേഷ്യൻസ്, യു നീഡ് ടു വെയിറ്റ് ഫോർ സം ടൈം ടു ഗെറ്റ് ദ റിസൾട്ട്സ് വൈൽ വി ആർ കണ്ടിന്യൂയിങ് ഓൺ ദ പർട്ടിക്കുലർ പോയിന്റ് ടു ഗെറ്റ് എ റിസൾട്ട്സ്. അപ്പം നമ്മുടെ പഠനം അതിനകത്ത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയവും പഠനങ്ങളൊക്കെ ഒരുമിച്ച് നീക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടത്തുന്ന പരീക്ഷണങ്ങളോ അങ്ങനെ നടത്തുന്ന എഫേർട്ടുകളോ ഒക്കെയും തന്നെ അതിനൊരു റിസൾട്ട് കൊണ്ടുവരും എന്നുള്ളതിൽ തർക്കമില്ല. സോ ഹൗ വി ക്യാൻ ടേക്ക് ദ ലിവറേജസ് ഓൺ അവർ ഓൺ ഐൻസ്റ്റീൻ മൊമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടെയൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് എത്തി നോക്കിയാൽ, ഇംപ്ലിമെന്റിങ് ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റ്സ് ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ചസ്. അതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും വേണ്ടതെന്നുള്ള ഒരു പോസിറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് പോസിറ്റീവായിട്ട് ഉള്ള ഇൻസൈറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് വി നീഡ് ടു ഹാവ് എ പോസിറ്റീവ് ഐഡിയാസ് ടു ഇംപ്ലിമെൻറ്റ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻസ്. അതാണ് നമ്മളുടെ എക്സാമ്പിൾ. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നോവേറ്റിംഗ് യുവർ ഫീൽഡ് ഓഫ്, നമ്മൾ വർക്ക് ചെയ്യുന്ന രംഗത്ത് തന്നെ പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സോൾവിങ് കോംപ്ലക്സ് പ്രോബ്ലംസ് വിത്ത് ന്യൂ ഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ്. പുതിയതായിട്ട് കിട്ടിയ തിരിച്ചറിവുകളിൽ നിന്നും പുതിയതായിട്ട് നമ്മൾ തന്നെ തിരഞ്ഞു പിടിച്ച അറിവുകളിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെ സോൾവ് ചെയ്യാനായിട്ടും ഇതെല്ലാം ഐൻസ്റ്റീൻ മൊമെന്റിൽ കൂടാണ് കിട്ടുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക്, ഒരു നിമിഷത്തെ ചിന്തയിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ, പ്രശ്നങ്ങൾ മാത്രമാണോ എന്നില്ല, സിറ്റുവേഷൻസ് ആകാം, അവസ്ഥകളാവും, ഇതൊക്കെ നമ്മൾ മാറണമെങ്കിൽ ഒരു നിമിഷം മതി അത് മാറാം. ഒരു ബ്രേക്ക് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ. സോ വി ക്യാൻ ബ്രിങ് ചേഞ്ചസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ്സ്, ഇൻസ്പയറിങ് അതേഴ്സ് ത്രൂ യുവർ ബ്രേക്ക് ത്രൂസ്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൂടെ ഇൻസ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്കും ഉണ്ടാണ്. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം അതിൻ്റെ
അത് ആ രീതിയിൽ തന്നെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ കൂടെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഗുണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഹൗ വി ക്യാൻ സെലിബ്രേറ്റ് അവർ സ്മോൾ ഐൻസ്റ്റീൻ മൊമെന്റ്സ്, അക്നോളജ് ആൻഡ് സെലിബ്രേറ്റ് ബ്രേക്ക് ത്രൂസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ഇപ്പം നമ്മൾ തന്നെ ഒരു ചെയ്ത കാര്യത്തിന് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ വി ഹാവ് ടു അക്നോളജ് അവർ സെൽസ്. അവർ മൈൻഡ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദെൻ വി ക്യാൻ ഗോ ഫോർ എ സ്മോൾ സെലിബ്രേഷൻ സോ ദാറ്റ് വി വിൽ ബി മോട്ടിവേറ്റഡ്. നമ്മുടെ ആദ്യം നമ്മൾ മോട്ടിവേറ്റഡ് ആയെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്ന മാതിരി തന്നെ ഇപ്പോഴത്തെയുള്ള ചില തിയറികൾ കൂടെ ഒക്കെ പറയുന്ന പോലെ വി ഹാവ് ടു ഹാവ് എ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഒരു 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 നേട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഏതുമാകാം. ഒരുപക്ഷെ ഏറ്റവും ചെറിയ ഒരു കാര്യം പോലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സന്തോഷം തരുന്ന കാര്യമായിരിക്കും. കണ്ടിന്യൂസ് ഗ്രോത്ത്, അതാണ് എപ്പോഴും ഈ കണ്ടുപിടുത്തങ്ങളൊന്നും ഒരിടത്ത് നിലയ്ക്കുന്നുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യൂസ് പ്രോസസ്. യൂസ് ദീസ് മൊമെന്റ്സ് ആൻഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഫോർ ഫർദർ ഗ്രോത്ത് ആൻഡ് ഇന്നോവേഷൻ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ സെലിബ്രേറ്റ് ചെയ്യാൻ കൂടെ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെയ്ത ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, നമ്മൾ എടുത്തു വെച്ച ഒരു കാല് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സഹായിക്കും. അപ്പോൾ വി നീഡ് ടു ഹാവ് എ continuous growth on what we have found out or what we have achieved. Then you can have a result according to the the steps you are taking. അങ്ങനെയുള്ള ഒരു നമുക്ക് അതിൻ്റെ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഗ്രോത്തിൽ കൂടെയുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇൻസ്പയർ അതേഴ്സ് ഓൾസോ ബൈ ഷെയറിങ് യുവർ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇപ്പം നമുക്ക് ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അധികം ബോറടിപ്പിക്കാതെ, അല്ലെങ്കിൽ അത് നമ്മളുടെ മാത്രമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കൂടെ ഇൻസ്പയർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ഐഡിയകൾ ഷെയർ ചെയ്യുന്നതിൽ കൂടെ നമുക്കും ഐഡിയ കിട്ടും. നമ്മൾ കണ്ടെത്തിയ ഐഡിയകൾ മാത്രമായിരിക്കുകയല്ല അതിൻ്റെ പുതുതായിട്ടുള്ളത്. മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് അവരുടെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ നിന്നും അതിനേറ്റായിട്ടുള്ള പലതരത്തിലുള്ള പോയിന്റുകളും നമുക്ക് കിട്ടും. സോ വി ഹാവ് ടു ഇൻസ്പയർ അതേഴ്സ് ഓൾസോ in that particular subject so that you will get a double effect on that particular process. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതൊരു ചെറിയ സബ്ജക്റ്റിൽ നിന്ന് ഈ ഐൻസ്റ്റീൻ മൊമെന്റിൽ കൂടെ എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമാണ്. നമ്മളെല്ലാവരും ദിവസവും പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതോടൊപ്പം നമ്മുടെ അതിൻ്റെ ശാരീരിക മാനസിക തലങ്ങളിലൊക്കെ നമ്മുടെ മനുഷ്യർക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. കാലഘട്ടത്തിലേക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മളിൽ കൂടി എന്ത് നേടാനാ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ചെറിയ കാര്യങ്ങൾ, അത് നമ്മൾ എത്ര ചെറുതാണെങ്കിലും അതൊരു സമൂഹത്തിനു കൂടെ വേണ്ട കാര്യമാണ്. അത് ഉപകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ സാധ്യതകൾ അവിടെ നിർത്താതെ തന്നെ ഫർദറായിട്ട് പല കാര്യങ്ങളും, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ, നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന ചില ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആരും അതേവരെ എടുക്കാത്ത ഒരു എഫേർട്ട് നമ്മളായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. പലരുടെയും കാര്യങ്ങളിൽ അഭിമാനമായിട്ടുള്ള നേട്ടങ്ങൾ പോലും അങ്ങനെ ഉണ്ടായിട്ടുള്ള അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ എഫക്റ്റ് അല്ല ഐൻസ്റ്റീൻ മൊമെൻ്റ് എന്നുള്ളത്. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലും നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെയും ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അറിയാണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു അവയർനെസ് ഇല്ലാതിരിക്കുന്നത്. അതുകൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഫീൽഡിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന തരത്തിലോ അതിനൊരു വേരിയേഷൻ അല്ലെങ്കിൽ അതിനൊരു പരിവർത്തനം ഉണ്ട് എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ കൂടെ ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുക. എല്ലാവരും ഗവേഷണം നടത്തുന്നവരാണ്. അതിന് PhD വേണമെന്നൊന്നുമില്ല. നമുക്കൊക്കെയും ഗവേഷണം നടത്താം. നമ്മുടെ വീടുകളിൽ പോലും ഈ പരീക്ഷണങ്ങളൊക്കെ നടത്താം. നമ്മളുമായിട്ട് ജീവിക്കുന്നവരുമായിട്ടും ഒക്കെയും. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വി ഷുഡ് എൻകറേജ് ദം. ആക്ച്വലി നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് ഇതിനകത്ത് എന്താ വലിയ കാര്യം ഇരിക്കുന്നു പറഞ്ഞാൽ കുട്ടികളെ ഒരുപക്ഷെ നമ്മൾ നിരാശപ്പെടുത്തുകയാണ്. അതിനകത്ത് ചിലപ്പോൾ ഒരു വലിയ കാര്യം കാണുമായിരിക്കാം. ഹൂ നോസ്. അപ്പം അത് കാരണം നമുക്ക് വേണ്ടത് ഒരു അവയർനെസ് ആണ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുക എന്നുള്ള
പഴഞ്ചൊല്ല് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. നമ്മളും മാറിയേ തീരൂ. എപ്പോഴും പഴയ കാര്യങ്ങൾക്കൊക്കെയും പൗരാണിക കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ പവിത്രയും കാര്യങ്ങളും അതൊന്നും നമ്മൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതിനൊക്കെ എൻ്റെ പവിത്രതയുണ്ട്. അതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇനിയും വരുന്ന കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് പോലും അറിയത്തില്ല. അത്രമാത്രം കോംപ്ലക്സ് ആയ രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ഐഡിയ ഒരു പക്ഷേ സമൂഹത്തിന് തന്നെ പ്രയോജനപ്പെട്ടാലോ, ഒരു വലിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കൺക്ലൂഷൻ ഞാൻ എത്തിയത്. ഐൻസ്റ്റീൻ മൊമെന്റ് ഇസ് എ പവർഫുൾ കാറ്റലിസ്റ്റ് ഫോർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കാറ്റലിസ്റ്റ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പറഞ്ഞോളൂ. യെസ്, ത്വരിതപ്പെടുത്തുന്നത്. അതെ അതെ അതെ, കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെയാണ്, ത്വരിതപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊരു പവർഫുൾ ടൂളാണ് ശരിക്കും പറയാം. നമ്മൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാത്തതുകൊണ്ടാണ് നമ്മളുടെയിലും നമ്മുടെ എബിലിറ്റി, കാര്യം മനുഷ്യരിലുള്ള പൊട്ടൻഷ്യൽ വേറെ ആർക്കുമില്ല. അത് ഓരോ ദിവസവും നമ്മൾ എൻഹാൻസ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ കഴിവുകളും വളരുകയുള്ളൂ. നമുക്ക് പേഴ്സണലി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രൊഫഷണലി ആണ് ശരിക്കും പറയുക ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയോജനം വരിക. കാര്യം ഈ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പം ജോലി ചെയ്യുന്നത് തന്നെ വലിയ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളിലേക്ക് നോക്കിയാൽ തന്നെ, എഞ്ചിനീയറിംഗ് മാത്രമല്ല ഏത് ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ എവറിബഡി ഈസ് സ്മാർട്ട്. എല്ലാവരും അവരുടേതായിട്ടൊരു രീതിയിൽ ഓരോ ദിവസവും അവരുടെ കഴിവുകളെക്കുറിച്ച് എങ്ങനെ നന്നാക്കുക എന്നോട് ചിന്തിക്കണം. ചിന്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചിന്തിച്ചേ തീരൂ. ഇല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. പലരും നമ്മളെ ഓവർടേക്ക് ചെയ്തിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ജോലി കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ എന്തെല്ലാം ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെല്ലാം അഡീഷണൽ കോഴ്സുകൾക്ക് പോകുന്നവരുണ്ട്. ഈ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉഷ ടീച്ചർ തന്നെ ഒരു വലിയ ഉദാഹരണമായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്തെല്ലാം അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കോഴ്സുകൾ ചെയ്തൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ ആണ് അത് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുക. പ്ലസ് നമുക്കൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ, ലൈഫിൽ അച്ചീവ്മെൻ്റ് വേണമെന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഒരു നേടിയെടുത്ത കാര്യം നമുക്കതൊരു ഇറ്റ്സ് എ മൊമെൻ്റ് ഓഫ് പ്രൈഡ് ആക്ച്വലി. അപ്പോൾ അത് നമുക്ക് എല്ലാ തരത്തിലും അത് ആഘോഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഐൻസ്റ്റീൻ മൊമെൻ്റ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് അങ്ങനത്തെ ചിന്ത വേണം, ഒരു കാറ്റലിസ്റ്റാണ് നമ്മളെ അത് കൂടുതൽ പ്രചോദനം ഉണ്ടാക്കുന്നതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പോലും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. In the same way, you also have to encourage. So encouragement എന്തൊക്കെയാണ്? സ്റ്റേ ക്യൂരിയസ്, എപ്പോഴും ആകാംക്ഷാഭരിതരായിട്ടിരിക്കുക. കൊളാബറേറ്റീവ് ആൻഡ് പെർസിസ്റ്റന്റ് ടു അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ കഴിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു പൊട്ടൻഷ്യൽ അറിയത്തില്ല. മറ്റുള്ളവർക്കേ നമ്മളെ അറിയത്തുള്ളൂ. ശരിക്കും നമ്മളത് ചെയ്യണം. അപ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ എങ്ങനെ അറിയുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മനുഷ്യൻ്റെ ഈ എപ്പോഴും എല്ലാ കാലത്തും അങ്ങനെ ആയിരുന്നു. എപ്പോഴും നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആദ്യ ദിവസം മനസ്സിലാക്കുന്ന ദിവസം മാത്രമേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം ചിലപ്പോൾ ഒരു കാലഘട്ടം തന്നെ പോയിരുന്നിരിക്കും. ചിലർക്ക് എത്രയോ വർഷങ്ങളാണ് പുതിയ പുതിയ കാര്യങ്ങൾ അതേ വിടാതെ, അതിൻ്റെ സീരിയസ്നെസ് വിടാതെ ആ കാര്യം അച്ചീവ് ചെയ്യുന്നതും വരെ ദേഹവേ ഒരു ഗോൾ സെറ്റിംഗ് മാതിരി ഒരു വലിയൊരു ഗോൾ അത് തന്നെയാണെന്ന് മാത്രം കരുതി നീങ്ങുന്ന എത്രയോ പേർക്കാണ് ജീവിതത്തിൽ അച്ചീവ്മെന്റ് കിട്ടുന്നത്. സോ വി ഷുഡ് ഓൾസോ ഹാവ് അവർ സെൽഫ് എൻകറേജ്മെന്റ്. വി ഷുഡ് ഓൾസോ എൻകറേജ് അതേഴ്സ്. എല്ലാവരിലും ഉണ്ട് പൊട്ടൻഷ്യൽ. നമ്മുടെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു സഹായത്തിൽ നിന്നായിരിക്കും വേറൊരാൾക്ക് ഒരു അച്ചീവ്മെന്റ്. അതും നല്ല കാര്യമല്ല. നമ്മളിൽ കൂടി ഒരാൾ ഒരു കാര്യം നേടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് പങ്കുവെച്ചുകൊണ്ട് ഒരു കാര്യം നേടുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ ഒരു കാറ്റലിസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ അവർ ഓൺ ബെനിഫിറ്റ്സ്, ബട്ട് ഓൾസോ ഇറ്റ് ക്യാൻ ഹെൽപ്പ് അതേഴ്സ് ആസ് വെൽ. സോ ദ ഫൈനൽ കോൾ ടു ആക്ഷൻ. അപ്പോൾ എപ്പോഴും വേണ്ടതാണ് യു എംബ്രേസ് ഐൻസ്റ്റീൻ മൊമെന്റ്സ് ആൻഡ് യൂസ് ദം ടു ക്രിയേറ്റ് പോസിറ്റീവ് ചേഞ്ച് ഇൻ യുവർ ലൈഫ് ആൻഡ് ദ വേൾഡ് അറൗണ്ട് യു. വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടാകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ സമൂഹമാകാം, നമ്മുടെ ലിവിങ് കമ്മ്യൂണിറ്റി ആകാം, നമ്മുടെ പഞ്ചായത്താകാം, നമ്മുടെ മുനിസിപ്പാലിറ്റി ആകാം, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഐൻസ്റ്റീൻ മൊമെന്റ്. ചെറിയ സബ്ജക്റ്റാണ്, പക്ഷെ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ പൊട്ടൻഷ്യൽ ഇതാണ്. ഇറ്റ് ക്യാൻ അൺലോക്ക് യുവർ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇൻസൈഡ്. അപ്പോൾ അതാണ് ഈ ഐൻസ്റ്റീൻ മൊമെന്റിൽ കാണുന്നത്. നമുക്ക് ഇതുപോലെ വിജയം
Thank you. So this is the ending of the small subject called Einstein moments to unlock your potential. Thank you very much for watching me very closely and seriously. Thank you very much. താങ്ക് യു സർ, താങ്ക് യു. തീർച്ചയായിട്ടും ഒരു ഐൻസ്റ്റീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന സാറിൻ്റെ ചിത്രം, സാറ് ഉണ്ടാക്കിയ ആ AI ചിത്രം പോലെ തന്നെ അത്ര മനോഹരമായ ഒരു ദൃശ്യമാണ്. അല്ലേ, നമ്മുടെ കുട്ടിക്കാലത്ത് അത്രമാത്രം ശ്രദ്ധിച്ചു പോയിട്ടുള്ള പേര് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾക്കും അതുപോലെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അഴുകിയ ജീവിതത്തേക്ക് പോവുകയാണെങ്കിൽ 10 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന വ്യക്തിയാണ് അദ്ദേഹം. അത് തന്നെയല്ല, പകൽ സമയം ആവശ്യത്തിന് നാപ്പിംഗ്, ചെറിയ ഉറക്കം ഒക്കെ എടുക്കുന്ന ആ ഉറക്കത്തിന് ചില പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഉറങ്ങുമ്പം മിക്കവാറും മെറ്റൽ പ്ലേറ്റോ സ്പൂണോ ഒക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. താഴെ വീഴുമ്പോൾ പെട്ടെന്ന് ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ആ ചെറിയ നാപ്പിൽ നിന്ന് പെട്ടെന്ന് ഉണർന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. 10 മണിക്കൂർ ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? ഐൻസ്റ്റീൻ്റെ പ്രായത്തിലേക്കൊക്കെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ഉറക്കമില്ലാതാവുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ വിചിത്രമായ കാരണങ്ങളായിരിക്കാം. അപ്പം അതുപോലെ കൺസിസ്റ്റൻസി, നമ്മുടെ ബ്രെയിനെ അത്രമാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പറയുന്ന ഓരോ മൊമെൻസിനെയും ഒരു ഇൻവെൻഷനിലേക്കൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ ബോധപൂർവമായ ഒരു ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാകണം. മനു സാർ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഈ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനത്തെ ചില പഠനങ്ങൾ, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നൊക്കെ പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ കുട്ടികൾ നടത്തുന്ന ചില കണ്ടുപിടുത്തങ്ങൾ, അതിൽ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു കുട്ടി എക്സ്പ്രസ് ചെയ്ത ഒരു ഐഡിയ എന്ന് വെച്ചാൽ, അവരുടെ വീട്ടിൽ കറണ്ടില്ല, ഈ പറയുന്ന പുകയുള്ള വിറകടുപ്പ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, 3 കല്ലിലൊക്കെ വെച്ച്. അപ്പോൾ ആ കുട്ടി അദ്ദേഹത്തിൻ്റെ ഡിസൈനിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിന് പകരം ആ പാത്രത്തിൻ്റെ ഇങ്ങനെ ഓവൽ ഷേപ്പ് അകത്തേക്ക് തള്ളി വെച്ചിട്ട് പുള്ളി അത് തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതൊരു റിസർച്ച് പോലെ അത് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഇതാണ്, വിറക് കിട്ടാൻ പാടാണ്, കാടുകളിൽ കയറി വിറക് ഉണ്ടാക്കുക എന്നൊക്കെ എളുപ്പമുള്ള കാര്യമില്ല, അമ്മ തന്നെയാണ് ചെയ്യുന്നത്, അമ്മ രോഗിയാണ്, ശ്വാസം മുട്ടലുണ്ട്. അപ്പോൾ ഒട്ടും ചൂട് നഷ്ടപ്പെടാതെ കിട്ടുന്ന ചൂടെല്ലാം ആ പാത്രത്തിൻ്റെ അടിയിലേക്ക് വരാൻ വേണ്ടി പുള്ളി പാത്രം ചളുക്കി അകത്തേക്ക് നേരെ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ആക്കിയിട്ട് പാത്രത്തിന് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു മോഡൽ അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തിരുന്നു, ആ പയ്യൻ. അപ്പോൾ അതിനൊത്തിരിയും പ്രൈസൊക്കെ കൊടുത്തു. അപ്പോൾ അതുപോലത്തെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ചില മൊമെൻറ്റ്സ്, ഒരു പക്ഷേ ആവശ്യം തന്നെയായിരിക്കും പല ഇന്നോവേഷൻസിനും കാരണമായി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇന്നോവേഷൻസ് ബോധപൂർവമായ തലത്തിലേക്ക് ഇന്ന് സർക്കാരൊക്കെ സഹായിക്കുന്നത് പോലെ ഒത്തിരി സ്മാർട്ട് സിറ്റി അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, കേരളയും ഒക്കെ ഒത്തിരിയും അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അമേരിക്കയിലൊക്കെ ഈ നോബൽ പ്രൈസ് വിൻ ചെയ്യുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചറിയാം, അവർ വളരെ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്തൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. പക്ഷെ നമ്മളിലും അങ്ങനെ, ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില ശ്രമങ്ങൾ 8ാം ക്ലാസ് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സാർ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഐൻസ്റ്റീൻ മൊമെൻറ്റ്സ് ഒക്കെ അത് ഫ്രൂട്ട്ഫുള്ളായി മനോഹരമായ റിസൾട്ടായി മാറാൻ തക്ക വിധത്തിലുള്ള ഒരു എൻവറോൺമെൻറ്റ് സൃഷ്ടിച്ചാൽ ആ റിസൾട്ടുകൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സോ എനിവേ, നമ്മുടെ മോട്ടിവേഷനിലേക്ക്, നമ്മളെ ഇൻസ്പിറേഷനിലേക്ക് എത്തിക്കുന്ന ഈ പേര്, അത് വളരെ രസകരമായൊരു പേരാണ്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യായിരുന്നു, ഐൻസ്റ്റീൻ മൊമെൻറ്റ്സ് ഒന്നും ഒരിടത്തും ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരു കോട്ട്, ഒരു പോയിന്റ് ഞാൻ കണ്ടേയില്ല. അപ്പം എങ്കിലും അതിലും ഒരു പുതുമയുണ്ട്. ആ പുതുമയിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വല്പം മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാശയവും അതിൻ്റെ അകത്തുണ്ട്. ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ആ ആശയം നമ്മുടെ മനസ്സിലേക്ക് കാരണം അതിന് മുമ്പ് നിൽക്കുന്ന ആളെയും അതിനുശേഷം ഉണ്ടാകുന്ന ആ മൊമെൻറ്റിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് അതിൻ്റെ കമൻസിലേക്ക് പോകാം. ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. ഐൻസ്റ്റീൻ മൊമെൻറ്റ്സ് നമ്മുടെ കുട്ടികൾ, നമ്മളിൽ അത്ര പ്രകടമല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇഷ്ടം പോലെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതൊക്കെ റോയ് സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷനാണ് ഐൻസ്റ്റീൻ മൂവ് ചെയ്തത്. പക്ഷെ എനിക്കൊരു സംശയം,
സാറ് പറഞ്ഞപ്പോൾ ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റിനകത്ത് സയന്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതും ഒരു ഐൻസ്റ്റീൻ മൂവ്മെന്റിൽ പെടുകയില്ലേ എന്ന് എൻ്റെ ഒരു ചോദ്യം. സയന്റിഫിക് അല്ല, അല്ലാതുള്ള ചില കാര്യങ്ങൾ ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസിൽ ലീഡർഷിപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് ഓരോ വ്യക്തികളും കണ്ടുപിടിക്കും. ഓക്കെ, അതുപോലെ തന്നെ അത് സാറ് പറഞ്ഞ പോലെ ഈ അച്ചീവ് ചെയ്യുന്നതിന് പറഞ്ഞല്ലോ, ഈ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്ത്, അതായത് കൊളാബറേഷൻ വിത്ത് ട്രസ്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രസ്റ്റഡ് പീപ്പിളുമായിട്ട് ഇത് ചെയ്യുമ്പോൾ അവർ ഒരു പ്രോത്സാഹനജനകമായ ഒരു സമീപനം ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പിന്നെ ആദ്യം പറഞ്ഞതായ ക്യൂരിയോസിറ്റി ആൻഡ് ഓപ്പൺ, അതുകൊണ്ടാണല്ലോ ഈ സൈസ് മൂവ്മെന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഓവർകം ചെയ്യുന്നതിന് വരുന്നതായ ചില ചലഞ്ചസ്, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതിന് പറ്റുന്ന ഒരു സാഹചര്യവും കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ തിങ്ക് ചെയ്യുന്നതായ ഒരു ഗ്രൂപ്പുമായിട്ട് മൂവ് ചെയ്താലാണ് ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റ് സക്സസ് ആവുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ പല കാര്യങ്ങളും കാഴ്ചപ്പാടിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് പ്രായോഗിക ജീവിതത്തിൽ. ഇപ്പം ഞാൻ തന്നെ പറയാം, ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ഗ്രൂപ്പിനകത്ത് ഒരാൾ മൂവ്മെന്റിനെ എതിർക്കുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹത്തെ പിടിച്ച് ലീഡർഷിപ്പിൽ കൊണ്ടുവന്നു, ഗ്രൂപ്പിന്റെ അധ്യക്ഷനാക്കി കൊണ്ടുവന്നു. അപ്പോൾ അയാൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ അയാൾ കുറേ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള മൂവ്മെന്റിനെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ ബ്രെയിനിൽ ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പറ്റിയ ഒരു സെഷനായിരുന്നു സാറിൻ്റെ ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റ്. അപ്പൊ ഞാൻ ആദ്യം ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേ അങ്ങേരൊരു സയന്റിസ്റ്റ്, അങ്ങേര് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, അതൊക്കെ കഴിച്ചു. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനോട്ട് അതുപോലുള്ള ഇതല്ലല്ലോ എന്ന് തോന്നി. പക്ഷെ ഞാനത് പിന്നീട് സാറിൻ്റെ ക്ലാസ്സിൽ പ്രൊസീഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് പ്രായോഗിക ജീവിതത്തിലും എല്ലാം നമുക്ക് ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്കൊരു ഐഡിയ തോന്നിക്കഴിഞ്ഞോ അതങ്ങ് ചിലവാകുകയല്ല, ആ പോട്ടെ എന്ന് പറയുകയല്ല, ആ ഐഡിയ തന്നെ ആ ഗ്രൂപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ സക്സസ് ആകും. ഓക്കെ സാർ, ഐൻസ്റ്റീൻ മൂവ്മെന്റ് ഒരു ഇൻസ്പിറേഷനാണ്. താങ്ക് യു. ശരിക്കും ഒരു കീവേഡാണ്, അതൊരു കീവേഡ് അല്ലേ, ഒരു കീവേഡ്. നമുക്കത് എവിടെ ഉപയോഗിക്കാം? നമ്മുടെ വീടുകളിൽ തന്നെ ഉപയോഗിക്കാം റോയ്സ. നമ്മുടെ വീടുകളിലുള്ള പറഞ്ഞ പോലെ ആരെയും, നമ്മുടെ കൂടെ വസിക്കുന്നവരെയും, നമ്മുടെ സഹധർമ്മിണിയെയും, കുട്ടികളെയും, അച്ഛനെയും അമ്മയും സിസ്റ്ററെയും ബ്രദറിനെയും, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവരെ മാത്രമേ മറ്റുള്ളവർ അസിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ അസിസ്റ്റ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഗിവ് ആൻഡ് ടേക്ക് എന്നാണല്ലോ സാർ. അപ്പൊ അങ്ങനെ ഒരു എൻവയോൺമെന്റ്. താങ്ക് യു റോയ്സ, താങ്ക് യു. സാർ ചോദിക്കട്ടെ, നമ്മള് ഈ അലക്സാണ്ടർ ഫ്ലമിങ് പെൻസിലിൻ കണ്ടുപിടിച്ചത് അതും ഒരു ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റിൽ ഉൾപ്പെടുത്താവോ? യാദൃച്ഛികതയിലൂടെ അല്ലേ? അതെ, അതെല്ലാം ഇത് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്. ഒരു യാദർശികതയിൽ വരുന്ന കാര്യങ്ങളും ഐൻസ്റ്റീൻ മൂവ്മെന്റ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് ഒരു അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല സാർ, അതൊന്ന് പറയാവോ? മറന്നുപോയി. അല്ല, അതിന്റെ കണ്ടുപിടുത്തങ്ങൾ, ഏത് കണ്ടുപിടുത്തം സ്നേഹലത മാം എടുത്തോളൂ, അതെല്ലാം ഇങ്ങനെ തന്നെയാണ്, ഐൻസ്റ്റീൻ മൊമെന്റിൽ കൂടെ തന്നെ. ഇപ്പൊ ഞാൻ നേരത്തെ ആപേക്ഷിക സിദ്ധാന്തം പറഞ്ഞു, ന്യൂട്ടൺസ് ലോ പറഞ്ഞു, ഇതെല്ലാം ഏത് സിദ്ധാന്തങ്ങൾ എടുത്തോളൂ അതിങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതാണ് ചരിത്രം പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അത്. ഒരു പക്ഷേ ഒരാളായിരിക്കാം, പിന്നെ അത് ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ റോയ് സാറ് പറഞ്ഞ പോലെ ഒരു കൂട്ടം ആൾക്കാരുടെ എഫക്റ്റ് ആവാം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ നിന്നാണ്. ത്രൂ സംബഡീസ് ബ്രെയിൻ, അല്ലെങ്കിൽ സംബഡീസ് ഇന്ററാക്ഷൻ, സംബഡീസ് ഇന്റർവെൻസ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് അങ്ങനെ മാത്രം, അത് പർട്ടിക്കുലർ ആയിട്ടൊരു സംഭവം നമ്മൾ എടുക്കണ്ട. മാഡം പറഞ്ഞത് തീർച്ചയായിട്ടും അത് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. ഇപ്പൊ നമ്മള് കുക്കിങ്ങിലും ഒക്കെ ഇതുപോലെ ഓരോ യാദൃച്ഛികത വരുന്നു. അതിനാണുള്ള പരീക്ഷണങ്ങളോ. ഞങ്ങൾ ആണുങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ
പറയാറുണ്ട്, പരീക്ഷണം നടത്തുകയാണ്. തീർച്ചയായിട്ടും കുക്കിങ്ങിലും നമുക്കിത് നടത്താം ഇത്. അല്ലേ സാബു സാർ? ഫെർമെന്റേഷനില് നല്ല അപ്പം ഉണ്ടാക്കാനൊക്കെ പഴയ മാവിനകത്തോട്ട് പുതിയ മാവ് നിരടി വെച്ചാൽ പിറ്റേ ദിവസം നല്ല അപ്പം ആവും. ഒന്നും ചേർക്കണ്ട. ഈ ശരിയാണ് മാഡം. ആ 2 സ്പൂൺ പഴയ മാവ് പഴയ ചേർത്താൽ മാവ് മതി. ചേർത്താ മതി. അത് നല്ല 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 അപ്പം സോഫ്റ്റ് ആയിട്ട് ആവും. ഇടും. ആ ശരിയാ. അത് താങ്ക് യു. മാഡത്തിന്റെ കണ്ടുപിടുത്തം അല്ലേ? അല്ല, പിന്നെ അമേരിക്കയിൽ ചെന്നപ്പോഴേ അവര് ഇങ്ങനെ ഒരു ഫാമിലിയുടെ ബ്രെഡ്, അപ്പം അവർ ഈ പഴയ മാവിലോട്ട് പുതിയ ഇത് ചേർത്തുണ്ടാക്കുന്ന ആ ഫാമിലി നെയിം ആ അപ്പത്തിന് കൊടുക്കുന്നത്. അതിന് ഭയങ്കര ഡിമാൻഡുമാണ്. ആ ബ്രെഡ് അപ്പമല്ല, അവരുടെ ബ്രെഡ് വാങ്ങിക്കാനും. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് ഇവിടെ ഒരു കൊച്ചാണ് പറഞ്ഞു തന്നെ ഇങ്ങനെ ചെയ്താൽ മതി, നല്ല അപ്പമാകും. അപ്പൊ അത് ചെയ്തപ്പോ അതില് അത് അതില് ബാക്ടീരിയ ഉണ്ട്. ഫെർമെന്റേഷൻ നടത്താനുള്ള ഫെർമെന്റേഷൻ ബാക്ടീരിയ. നടത്താനുള്ള ഉണ്ട്. അതാണ് നമ്മൾ കൊടുക്കുക, അതിലോട്ട് ഇടുക. ആ അപ്പൊ അത് അവിടെ പ്രവർത്തിച്ചിട്ട് ആ മാവ് പുളിക്കുകയും പൊരിക്കുന്നു. പൊങ്ങുകയും അപ്പൊ ചെയ്യുക. നമുക്ക് ഈസ്റ്റും വേണ്ട, സോഡാപ്പൊടിയും വേണ്ട. അതെ 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 അതെ. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചോറ് തേങ്ങ ഒക്കെ ചേർക്കുന്നത്. ആ ആ തേങ്ങയൊക്കെ പെട്ടെന്ന് പുളിക്കുന്ന ആ സാധനമാണ്. ആ അതുകൊണ്ടാണ് അത്. ഓക്കെ. ഇതുപോലെ കുറെ ഐൻസ്റ്റീൻ മൂവ്മെന്റ്സ് അഗ്രികൾച്ചർ ഫീൽഡിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ടോമി സാർ. ടോമി സാർ അത് കൃത്യമായിട്ട് പറയും സാർ. സാറ് താങ്ക് യു സാർ. മനോജ് സാറ് നല്ലൊരു ഐ ഓപ്പണിംഗ് ആണ് ഇന്ന് നടത്തിയത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ഇങ്ങനത്തെ ഏൻഷ്യൻ മൂവ്മെന്റ്സ് ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് പുറത്തേക്ക് വന്നാൽ അതൊരു അബദ്ധമാകുമോ എന്നുള്ളൊരു ആശങ്ക. സാർ പറഞ്ഞ പോലെ അതിനുമായിട്ട് നമ്മൾ എങ്ങനെ ഫോളോ ചെയ്യണം, അതിനെ എങ്ങനെ നമ്മളൊരു പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു സാറിന്റെ ഇന്നത്തെ ക്ലാസ്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കും തോന്നുന്നത് സാബു സാറ് പറഞ്ഞ പോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ മലയോര കർഷകരുടെ ഇടയിൽ ഒത്തിരി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ, നിസ്സാരമെന്ന് തോന്നുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോരോ ടെക്നോളജികൾ, അതൊക്കെ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നത് 80കളിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ടെക്നോളജി ഒക്കെ ഇത്രയും വികസിച്ചു വരുന്നതിനിടയ്ക്ക് തന്നെ സോളാർ പാനലുകൾ ബാംഗ്ലൂർ പോയി, ആദ്യം ഇറങ്ങിയ സമയത്ത് തന്നെ ബാംഗ്ലൂർ പോയി നമ്മുടെ പ്രദേശത്ത് സോളാർ ഫെൻസിങ് ചെറിയ കർഷകർ നടപ്പാക്കിയത്. മലയോര കർഷകരാണ് ആദ്യം അത് നടപ്പാക്കിയത്. അത് ഏറ്റെടുത്തിട്ട് അവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുതലായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ജനകീയാസൂത്രണ പദ്ധതി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ജനകീയാസൂത്രണത്തിൽ നിന്ന് അതിന് സബ്സിഡി കൊടുക്കുകയും പിന്നീട് അത് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് അത് വ്യാപകമായിട്ട് വരികയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കൃഷിയിടത്തിൽ ചെറിയ ചെറിയ കാട്ടുമൃഗങ്ങളെ നേരിടാനായിട്ട് ചെറിയ പാട്ട കുഴിച്ചിടുന്ന ഒരു സംഭവം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു പാട്ട കുഴിച്ചിട്ടിരിക്കുന്നു. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പകുതി ഭാഗം വെള്ളം ഒഴിച്ചു വെക്കും അത്രേ. അപ്പൊ ഇത് അറിയാതെ വന്നിട്ട് അതിന്റെ മുകളിൽ ഇച്ചിരി പുല്ലൊക്കെ ഇട്ട് വെക്കും. അപ്പൊ കാട്ടുമൃഗങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ കേടുപോകാൻ പറ്റില്ല. അപ്പൊ സൂത്രത്തിൽ പിടിക്കാൻ കഴിയുന്ന ഒരു തന്ത്രം. അതുപോലെ 80കളുടെ ആദ്യത്തിൽ തന്നെ മോട്ടോർ സൈക്കിളിന്റെ ഡൈനാമോ കൊണ്ടുപോയിട്ട് മലകളിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പിലൂടെ ചാടിച്ചിട്ട് അല്ലെങ്കിൽ പാത്തിയിലൂടെ ചാടിച്ചിട്ട് ഡൈനാമോ കറക്കി വീടുകളിൽ ലൈറ്റ് വെട്ടം ഉണ്ടാക്കുന്ന കർഷകർ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാടൻ ആൾക്കാരുടെ ഇടയിൽ ഇതുപോലെയുള്ള സാറി പറഞ്ഞ ഐൻസ്റ്റൈൻ മൊമെന്റ്സ് ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതൊന്നും പുറത്തേക്ക് വരാതെ എത്രയോ കാര്യങ്ങളും മൺമറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിലും അങ്ങനെ ചെറുതീർന്നൊക്കെ ഉണ്ടായിരിക്കാം. ഏതാണേലും നല്ലൊരു ഐ ഓപ്പണിംഗ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക്സ് ലോട്ട്. പുതിയൊരു ടൈറ്റിലാണ് അല്ലേ സാറേ? യെസ് സർ, നോ ഡൗട്ട്. ഇപ്പോഴാണ് അതിനുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ഒരു വേർഡ് കിട്ടിയത്. നമുക്ക് അങ്ങനെ ഒരു അവസരം ഇനിയും കാണുമ്പോഴും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിന് പറയാൻ നമുക്കൊരു വേർഡ് കിട്ടി. ഒരു ഇൻസ്പയറിംഗ് വേർഡാണ്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, ദെൻ പിന്നെ ആരുള്ള? വിൻസെന്റ് സാർ. സാറേ, പറയൂ. ഐൻസ്റ്റൈൻസ് യുറേക്ക മൊമെന്റ് എന്ന് പറയുന്നത് ഇത് ഒന്ന് തന്നെയാണോ? ഐൻസ്റ്റൈൻസ് യുറേക്ക മൊമെന്റ് നമ്മളിപ്പോ ഇതിനെങ്ങനെ ഒരു എന്ന് പറയാറുണ്ട് സാധാരണ. ഉണ്ട് വേണം. അതും ഇതും സാർ അതെ ഇപ്പൊ എടുക്കാം തീർച്ചയായിട്ടും. പിന്നെ അത് യുറീക്ക ആണല്ലോ പറയുന്നത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും
പുതുതായിട്ട് അങ്ങനെയുള്ള ഒരു ജനറലൈസ് ചെയ്ത് നമ്മൾ അങ്ങനെയുള്ള എല്ലാ ഐഡിയകളെയും പുതുതായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് വന്നിട്ടുള്ള ആണ് പല കാര്യങ്ങൾ ഇതിലെല്ലാം. അപ്പം അതെല്ലാം തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ പെടുത്താം. അതിനകത്തെ കണ്ടന്റ് എന്താന്നുള്ള ആണ് അത്. അപ്പൊ അതുവരെ നമുക്ക് അങ്ങനെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം കണ്ടുപിടിച്ചിട്ട് പറയുന്നതെല്ലാം തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ്. നമുക്ക് അതിനകത്ത് തന്നെ പെടുത്താം. അല്ല അല്ല സാറേ, ഇത് യുറേക്ക മൊമെന്റ് എന്ന് പറയുന്നത് പിന്നെ ഒരാളിനെ എക്സിസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് അദ്ദേഹം ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ചാടുകയോ, അപ്പൊ ആ വെള്ളം എത്ര കവിഞ്ഞൊഴുകിയോ ആ വെള്ളത്തിന്റെ അളവാണ് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാനുള്ള പിന്നെ സ്ഥലം ആവശ്യം ഇത്രയാണെന്ന് കണ്ടു. അതായിരുന്നു എന്ന് തോന്നുന്നു. അതെ, അതെല്ലാം ഒരു അതെ, അതിനെ നമ്മൾ എന്ത് പുതിയത് കണ്ടുപിടിച്ചാലും പൊതുവിൽ പറയാവുന്ന ഒരു വാക്കായി ഐൻസ്റ്റീൻസ് യുറേക്ക മൊമെന്റ് എന്ന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെ, ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ തമാശക്ക് യാദൃച്ഛികമായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ എത്ര സ്പേസ് ആവശ്യമുണ്ട്, ഒരു വായുവിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും എത്ര സ്ഥലം ആവശ്യമുണ്ടെന്നുള്ളതിന് വേണ്ടി അദ്ദേഹം കുളിക്കാനും കണ്ട വെള്ളം ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തെന്നും അതിലേക്ക് ചാടിയപ്പോ കുറെ നിറച്ച് വെള്ളം എടുത്തിട്ടാണ് അതിലേക്ക് ഇറങ്ങിയത്. അപ്പൊ അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്തു കുറെ വെള്ളം. അപ്പൊ അത് പിന്നെ അളന്ന് നോക്കിയിട്ടാണ് എനിക്ക് സ്ഥിതി ചെയ്യാനുള്ള ഇത്. അപ്പൊ അത് കണ്ട ഉടൻ പുള്ളി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി എന്ന് പറഞ്ഞ് അദ്ദേഹം യുറേക്ക എന്ന് വിളിച്ച് ഓടുകയായിരുന്നു. അതായത് ഞാൻ വിജയിച്ചു, യുറേക്ക വിജയിച്ചു എന്നുള്ളതാണ് ആ വേർഡ് മീനിങ്. അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് അതാണ് ആ യുറേക്ക. അതായത് ഏത് കണ്ടുപിടിച്ചാലും യാദൃച്ഛികമാണെങ്കിൽ അതിന് ഈ പേര് കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു, എവിടെയോ വായിച്ച പോലെ. ശരിയാണ്. അദ്ദേഹം കുളിക്കണ സമയത്ത് ബാത്ത് ടബില് കുളിച്ചപ്പോ എത്ര വെള്ളം പുറത്തു പോയോ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിസ് വെയിറ്റ്. അത് പുള്ളി പെട്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴാ പുള്ളിക്ക് പെട്ടെന്ന് അറിഞ്ഞത് ഇത് ശരിയല്ല, എത്ര വെള്ളം പുറത്തു പോയോ അതാണ് എന്റെ വെയിറ്റ്. അപ്പൊ ആ നഗ്നനായിട്ട് പുള്ളി യൂറേക്കാന്ന് പിടിച്ചുകൊണ്ട് സ്ട്രീറ്റിൽ കൂടെ ഓടി എന്നുള്ളതാണ് ചരിത്രം. കാരണം അദ്ദേഹം വിവസ്ത്രനായിട്ടാ ഓടി, അതാണ് അതിന്റെ പ്രത്യേകത. സ്ട്രീറ്റിലൂടെ ഓടുകയാണ്, ഞാനൊരു പുതിയ പരീക്ഷണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ അയാൾ ഓടുക. ഓക്കെ, ദെൻ ഇനി ആർക്കെങ്കിലും സുരേഷ് കുമാർ സാർ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും? ഉഷ മാം, ജോർജ് സാർ. ജോർജ് സാർ. താങ്ക് യു സർ. ഹായ് മനോജ് സാറേ, കൺഗ്രാജുലേഷൻസ്. സാറ് ഇന്നത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തത് ഒരു 90കളിൽ എന്നോട് പറഞ്ഞു കമ്പ്യൂട്ടറൊക്കെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വ്യാപകമായി തുടങ്ങിയപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫ് എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, മാത്രമല്ല കമ്പ്യൂട്ടർവൽക്കരണം വേണ്ട എന്ന് പറഞ്ഞ് തെരുവ് തോറും പ്രകടനം നടത്താൻ യൂണിയന്റെ ആഹ്വാനം ആ കൂട്ടത്തിൽ നടക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ക്ലാസ്സിൽ വെച്ച് ഒരാൾ പറഞ്ഞു, ഒരു 25 വർഷം കഴിയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ, ഇപ്പോ എറണാകുളം ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്നിട്ട് സാറേ തൃശ്ശൂർക്ക് പോണ ബസ് ഏതാ എന്നൊരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അയാളെക്കുറിച്ച് എന്താണ് ഉള്ളിൽ തോന്നുന്നത്? 25 വർഷം കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും കമ്പ്യൂട്ടർ അറിയുന്ന ഒരാളും അറിയാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസമെന്ന്. 25 വേണ്ടി വന്നില്ല കേട്ടോ, 10 കൊല്ലം കൊണ്ട് ആ മാറ്റം വന്നു. 2000-ന്റെ തുടക്കമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ ആകെ സംവിധാനം എല്ലാം മാറി. ഈ വിളിച്ച നേതാക്കന്മാര്, നമ്മളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയ നേതാക്കന്മാരുടെ ആഫീസിലും അവരുടെ കാര്യങ്ങൾക്കും ഒക്കെ കമ്പ്യൂട്ടർ ഇല്ലാതെ പറ്റൂല എന്നായി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അഡ്വാൻസ് ആയി ചിന്തിക്കുന്ന, ഇപ്പൊ AI കാര്യം തന്നെ പറഞ്ഞു. വാസ്തവത്തിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവല്ലാതെ മറ്റൊരു അറിവ് അന്വേഷിച്ച് ഇറങ്ങിയിട്ടില്ല നമ്മൾ. പക്ഷെ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യവും. കുറച്ചുകൂടെ അറിയണം, കുറച്ചുകൂടെ അന്വേഷിക്കണം, സമയം കണ്ടെത്തണം, ഊർജം ചെലവഴിക്കണം. അല്ല എങ്കിൽ നിങ്ങളും കാലഹരണപ്പെട്ടു പോകും, ഇങ്ങനെ കൂട്ടത്തിൽ വന്നിരിക്കാൻ പോലും പറ്റാതെ ആയി പോകും എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം ഞാനിങ്ങനെ കാണുക. എന്തായാലും ടോമി സാർ പറഞ്ഞാലേ ഒരു ഐ ഓപ്പണിംഗ് ആണ്, കണ്ണു തുറപ്പിക്കുക, തട്ടിമുട്ടി വിളിച്ചിട്ട് എടേ ഇങ്ങനെ ഇരുന്നാൽ പോരാട്ടോ, കുറച്ചുകൂടെയൊക്കെ വിവരം സമ്പാദിക്കണം കേട്ടോ എന്ന് പറയും പോലെ. എന്തായാലും നന്നായി സാറേ, കുറച്ചുകൂടെ അന്വേഷണം ഉണ്ടാകും, അതിനുവേണ്ടി ശ്രമിക്കും. താങ്ക് യു സോ മച്ച്. ഓക്കെ,
ഉഷമം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ മനോജ് കുമാർ സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പറഞ്ഞ പോലെ ഐൻസ്റ്റീൻ മൂവ്മെന്റ് ഈസ് എ പവർഫുൾ കാറ്റലിസ്റ്റ് ഫോർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. നമ്മുടെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്രോത്തിനെ അതിനെ ത്വരിതപ്പെടുത്തുന്നതിനുള്ള ഒരു വേട് അതായിട്ടാണ് സാർ ഇവിടെ ഐൻസ്റ്റീൻ മൂവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ലൈഫില് ഓരോ ദിവസങ്ങളിലും ഈ മൂമെന്റ്സിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷണലി നമ്മളിപ്പോ ഒരു ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രക്കിടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരാളുടെ നേരെ നോക്കി ചിരിക്കുമ്പോൾ പോലും അതിന് കിട്ടുന്ന ഒരു റിസൾട്ട് ഒരു പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആൾക്ക് നമ്മൾ സമ്മാനിക്കുന്ന ആ പുഞ്ചിരി പോലും അതിന്റെ ഒരു എഫക്റ്റ് പോലും അതൊരു നമ്മുടെ ലൈഫിൽ അടയാളപ്പെടുത്തലായിരിക്കും. അതിനും തീർച്ചയായിട്ടും ഒരു ഐൻസ്റ്റീൻ മൂവ്മെന്റ് എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു വാക്ക് നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കാരണം അവരുടെ ലൈഫിൽ ആ സമയത്ത് സംഭവിക്കുന്ന ഒരു മിറാക്കിളായിരിക്കും. ചിലപ്പോൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ലൈഫില് നിത്യജീവിതത്തില് നമ്മൾ ജനിക്കുന്ന ഓരോ മനുഷ്യരും ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ കഴിവുകളില്ലാത്ത ആളുകൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതൊക്കെ തിരിച്ചറിയുവാനും അതുപോലെ തന്നെ അത് നമ്മള് ഒരു പെർസിസ്റ്റൻസ്, നിരന്തരമായിട്ടുള്ള ഒരു സ്ഥിരോത്സാഹത്തിന്റെ ഒരു ശ്രമമായിട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് നമ്മുടെ ലൈഫില് ഓരോ സമയത്തും ഈ മൂമെന്റ്സിൽ കൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. അതൊരു ലൈഫ് ലോങ് കാര്യം തന്നെയാണ്. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ എനിക്ക് തോന്നുന്നു ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാവരുടെ ടൈമുകളിലും എല്ലാം പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, അത് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അറിയുന്നത് വഴി നമുക്ക് ഒരുപാട് നമ്മൾ മറ്റുള്ളവരെ അറിയാനുള്ള ഒരു സാധ്യതകളും കൂടിയാണ് അതിനകത്ത് വരുന്നത്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഒരിക്കലും ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുന്നവരാണ്, ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടാൻ പോലും സാധ്യതയില്ലാത്തവരാണ്. എങ്കിൽ കൂടി ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ പരസ്പരം കാണുന്നതും അറിയുന്നതും ക്ലാസ്സുകളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പൊ അതും നമ്മുടെ ലൈഫില് ഒരു ഐൻസ്റ്റീൻ മൂവ്മെന്റ് തന്നെയാണെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഒരു എൻകറേജ്മെന്റ് കൂടുതൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ക്യൂറിയസ് ആയിരിക്കുക, കൊളാബറേറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അതുപോലെ തന്നെ സ്ഥിരോത്സാഹം എപ്പോഴും അങ്ങനെ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് പഠിക്കുകയല്ല, ഞങ്ങളൊക്കെ എന്ത് കാര്യം പഠിക്കുമ്പോഴും അതുപോലെ ഒരു സന്തോഷം പോലും പരസ്പരം ഷെയർ ചെയ്യപ്പെടുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു മിറാക്കിൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഞങ്ങൾ ഡെയിലി ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സാറ് ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു സെഷൻ ഇവിടെ എടുക്കുകയും ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള വേർഡ് ഇവിടെ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന് ഒരുപാട് നന്ദി. അതിലുപരി ഈ ഒരു സെഷനിലിടയിൽ എന്നെ പരാമർശിക്കുകയും ചെയ്യുന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്വല്പം ഈ പറയുന്ന പോലെ ഐൻസ്റ്റീൻ മൂവ്മെന്റും ഒക്കെ ആയിട്ട് അതൊക്കെ നമുക്കും നമ്മുടെ വീടുകളിലേക്ക് ചേക്കേറാം. എനിക്ക് നേരത്തെ ഒരു ഐൻസ്റ്റീൻ മൂവ്മെന്റ് ഉണ്ടായതിന്റെ കാര്യം ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാന് തലയോലപ്പറമ്പിൽ സെറ്റിൽ ചെയ്യുന്നതിന് മുമ്പ് കൂത്താട്ടോളത്ത് നിന്ന് 2 വീലർ മോട്ടോർ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ മോട്ടോർ ബൈക്കിന് സ്റ്റെപ്പിനി ഇല്ല. അപ്പൊ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു, ഒരു സ്റ്റെപ്പിനി വെക്കുന്നതിന് ഒരു റിമും ഒരു വീലും കൂടെ വാങ്ങിച്ചാൽ മതി. അപ്പൊ ഞാൻ ഒരു വർക്ക്ഷോപ്പുകാരനുമായിട്ട് ആലോചിച്ചപ്പോൾ അവന് അതിനുള്ള പ്രാക്ടിക്കലിറ്റി ഒക്കെ ആക്കി ഞാനത് ഫിറ്റ് ചെയ്തു ഫ്രണ്ടില്. അതായത് ബമ്പറിന്റെ സ്ഥാനത്ത്, ക്രോസ് ബമ്പറിന്റെ സ്ഥാനത്ത് ഈ വീല് പിടിപ്പിക്കുക തന്നു അവൻ. പക്ഷെ അത് കഴിഞ്ഞ് ഓടിക്കുമ്പോൾ ഈ ഫ്രണ്ട് വെയിറ്റ് കൂടുന്നതിൻ്റെ ഒരു ശല്യമൊക്കെ ഉണ്ട്. എങ്കിലും ഇത് കാണുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം എവിടെ നിർത്തുമ്പോഴും നമ്മൾ കൂടാനും അടുത്ത് വരാനും ഈ പറയുന്നത് പോലെ ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ച് ഒരു വലിയ ഒരു നിർമ്മിതി നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ ചെറിയ ചെറിയ മൂവ്മെന്റുകൾ നമ്മൾ സാറ് പറഞ്ഞപ്പോൾ ഈ മറ്റേ അച്ചീവിങ് ഐൻസ്റ്റീൻ മൂവ്മെന്റിനകത്ത് സാറ് പറഞ്ഞു ക്യൂരിയോസിറ്റി വേണം, ഒരു ഐഡിയ വന്നാൽ ക്യൂരിയോസിറ്റി വേണം.
പിന്നെ അതുപോലെ തന്നെ കൊളാബറേഷൻ. ഞാൻ ആ വർക്ക്ഷോപ്പുകാരനുമായിട്ട് ആലോചിച്ചു. അപ്പോൾ അവിടെ കൊളാബറേഷനായി. പിന്നെ അതുപോലെ തന്നെ പെർസിസ്റ്റൻസ്, ഇതിങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണം എന്നുള്ള ആ ഡെഡിക്കേഷൻ. ഏതായാലും പിന്നെ റിഫ്ലക്റ്റീവ് പ്രാക്ടീസ്, അതിനെടുക്കുന്ന സമയം, ഇതെല്ലാം ഈ സാറ് പറഞ്ഞ ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റിനുള്ളതായ അച്ചീവ് ചെയ്യാനുള്ളതായ കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കുമായിരുന്നു. അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ഈ അച്ചീവ്മെന്റ്, ഈ ഐൻസ്റ്റീൻ മൂവ്മെന്റ്. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഐൻസ്റ്റീൻ മൂവ്മെന്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം, അല്ലെ മനോജ് സാറേ, സാർ? സാർ എന്തോ പറഞ്ഞു സാർ, ഒന്നും കേൾക്കാം സാറിനെ. പറയൂ സാർ. വേറെ അധികം ഒന്നും പറയാനില്ല സാറേ. സാറിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൂടുതൽ പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കണം. സാറ് അവിടെ എനിക്കറിയാം മസ്കറ്റിൽ വളരെ ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇതിനിടയ്ക്കൂടെ എങ്ങനെ സമയം കിട്ടണോ ഇങ്ങനെയുള്ള എന്താണ് പവർ പോയിന്റ് പ്രസന്റേഷൻ അടക്കം ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എടുത്തിട്ട് വളരെ വിശദമായിട്ട് ലേമാൻസ് ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ചെയ്യാൻ സാറിന് എങ്ങനെ സമയം കിട്ടണോ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷൻ ആയി. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ മൂവ്മെന്റ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അല്ല വിൻസൻ സാർ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഐൻസ്റ്റീൻ മൊമെന്റ് ഒന്നുമില്ല. ഞാൻ ചെയ്യാറുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഐൻസ്റ്റീൻ രഹസ്യം, ഈ വർക്ക് ഫ്രം ഹോം ആയത് കാരണം കുറച്ച് സമയം ചില കാര്യങ്ങൾ കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാവൽ ചെയ്യുന്ന സമയമൊക്കെ നമ്മൾ കുറയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൂടുതൽ ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ ജോലി എന്നുള്ളത് നടക്കുന്നതോടൊപ്പം തന്നെ ജോലിയുടെ ഇടയിൽ നിന്നാണ് ചിലപ്പോൾ ഇങ്ങനെയുള്ള പലതും നമുക്ക് ഇങ്ങനെയുള്ള കാര്യം ഞങ്ങളുടെ ഡിസ്കഷനിലൊക്കെ പ്രത്യേകിച്ച് ടെക്നിക്കൽ ടേംസിലൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് ഞാൻ പിക്ക് ചെയ്യാറുണ്ട്. അപ്പം അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് അതൊരു എൻ്റെ ഒരു പ്രാക്ടീസ്. ഞാൻ ആദ്യം ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കും, വാട്ട് ഐ വാണ്ടഡ് ടു മേക്ക്. വളരെ ഒരു വേർഡിലോ കമ്പ്യൂട്ടറിലോ വരെ ടൈപ്പ് ഉണ്ടാക്കി വാട്ട് ഐ വാണ്ടഡ് ടു മേക്ക്. പിന്നെ ഞാൻ സ്ലോലി അതിനെ ഡെവലപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ കണ്ടന്റ് കൂടുതൽ എന്താണ് നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റെഫറൻസിലൊക്കെ നടത്തി നോക്കും. അതിൽ നിന്ന് ഞാൻ തന്നെ എനിക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോൾ ഈ വന്ന കാലത്ത് നമ്മുടെ ഇന്റർനെറ്റിന്റെ സഹായത്തോടാണല്ലോ വിൻസൻ സാറെ ചെയ്യുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന ഇൻഫർമേഷനും കിട്ടുന്ന അറിവുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടേതായ ഒരു പോയിന്റിൽ അവസാനം എത്തും സാർ വിൻസൻ സാർ. എന്നിട്ട് അതൊന്ന് ഡ്രാഫ്റ്റ് ചെയ്യും. അതൊരു കുറച്ചുകൂടെ പ്രത്യേകിച്ചും എഴുതുമ്പോൾ ലിറ്ററേച്ചർ ആകുമ്പോൾ അതിനൊരു ഭംഗി വേണമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, സാബു സാറിനെ പോലൊക്കെ എത്ര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി വേണം, വാക്കുകൾക്ക് ഭംഗി വേണം, എഴുത്തിന് ഭംഗി വേണം. അതിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യുന്ന കണ്ടന്റിന്റെ എയുടെ സഹായത്തോട് ഞാൻ തന്നെ പിക്ചറുകളൊക്കെ കുറച്ച് എൻഹാൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ ആ പറയുന്ന സബ്ജക്റ്റുമായിട്ട് മാക്സിമം ട്രൈ ചെയ്ത് ഇപ്പൊ കുറച്ച് ആനിമേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം കണ്ട അതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്. ആനിമേഷൻസ് ഉപയോഗിക്കാറുണ്ട് എയുടെ സഹായത്തോട് തന്നെ. ഡിസൈൻ ചെയ്യാനായിട്ട്, പിക്ചേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കം പറയുന്നതിൽ ഇറ്റ്സ് എ മിക്സ് ആൻഡ് മാച്ച്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനും വ്യത്യസ്തമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതാണ് സാർ. ഇനി സാബു സാർ പറഞ്ഞാട്ടെ. എന്നുവെച്ചാൽ ഇതുപോലെ മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനുള്ള മനോജ് സാറിന്റെ ആ യഥാർത്ഥത്തിലുള്ള താല്പര്യമാണ് അത് റിസൾട്ട് ചെയ്തത്. മനോജ് സാർ എത്ര നാളായി വന്നിട്ട്? വെറും 2 മാസം അല്ലെങ്കിൽ ഒരു 3-4 മാസമായി കാണും. കുറച്ച് നാളേ ഉള്ളൂ. തീർച്ചയായിട്ടും കുറച്ച് നാളേ. നമുക്ക് കിട്ടുന്ന റിസോഴ്സുകളെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. അതുകൊണ്ട് വിൻസൻ സാർ റെഡി ആയിക്കോളും. അതെ, വിൻസൻ സാർ എന്നല്ല, ആരും നിങ്ങൾ റെഡി ആയിട്ട് എന്നെ അറിയിച്ചാൽ അവിടെയാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി, നമ്മളുടെ റിസൾട്ട്. നമ്മൾക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു പാക്കറ്റ് ഓഫ് ലിസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. ഇതാണ് ഞാൻ എന്ന് പറയും. വേറെ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രമമൊക്കെ ഇഷ്ടംപോലെ അവസരം ഇവിടെ ഉണ്ട്. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനോജ് സാർ ചെയ്യുന്ന പോലെ അല്ലേ, ആദ്യത്തെ ക്ലാസ് പോലെ അല്ലല്ലോ ഇപ്പം. ആദ്യം സാറ് മനോജ് സാറിന് ആദ്യത്തെ ക്ലാസ് നമുക്ക് പെട്ടെന്ന് നോക്കാം, ഒത്തിരി പുറകോട്ടൊന്നും പോകണ്ട. ആ ക്ലാസ്സിൽ നിന്ന് ഈ ക്ലാസ്സിലേക്കുള്ള വ്യത്യാസങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഈ കണ്ടിന്യൂസ് ഒരു ഡെവലപ്മെന്റ് എപ്പോഴും നമ്മളുടെ ലൈഫിലുണ്ട്. അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിടിച്ചാൽ നിൽക്കത്തില്ല, അങ്ങ് പോവും അല്ലേ. അപ്പോൾ മനോജ് സാർ ഇവിടെ നിന്നൊക്കെ വിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്ത് തുടങ്ങി.
അല്ല വിൻസെന്റ് സാറ് ചോദ്യത്തിന് വേറൊരു ഉത്തരവാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സാബു സാറാണ് എന്നെ വലിയൊരു ഇൻസ്പിറേഷൻ തന്നത്. കാര്യം സാറിനൊരു ആങ്സൈറ്റിയും ക്യൂരിയോസിറ്റിയും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു സാർ എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും നമ്മളെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ എൻകറേജ് തീർച്ചയായിട്ടും എൻ്റെ 100% സാബു സാറിൻ്റെ. ഞാൻ ആദ്യം എൻ്റെ മാത്രം നിൽക്കുന്ന ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് സബ്ജക്റ്റൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ഞാൻ ഒരുപാട് പുതിയ സബ്ജക്റ്റുകൾ സാറ് പറഞ്ഞത് അതൊരു ക്യൂരിയോസിറ്റിയാണ്. നമ്മളൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ചെയ്തതിനേക്കാൾ ഒന്നുകൂടെ മെച്ചമാക്കാനുള്ള ഒരു ശ്രമം അത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. ഞാൻ സാബു സാറ് പറഞ്ഞത് ശരിയാണ്. ആദ്യം ചെയ്തു, എല്ലാവരും ദിവസവും അങ്ങനെയാണല്ലോ. നമ്മൾ എവറി ഡേ ഇസ് എ ന്യൂ ഡേ ഫോർ അസ്. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത് സത്യമാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുകയും പിന്നെ ഇതുപോലെ ഇൻട്രാക്ഷൻസ് ഒരുപാട് നല്ലതാണ് സാർ. ഒരു പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഗുണം നമ്മൾ ഈ സമയത്തും വാലിഡ് ആയിട്ടുള്ള ടൈമാണല്ലോ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയറിങ് ഇൻഫർമേഷൻ ആൻഡ് ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മനോഹരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാൻ വേറെ അധികം പ്ലാറ്റ്ഫോമിലൊന്നും പോകാറില്ല. ഇത് തന്നെ പ്ലാറ്റ്ഫോം ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും കാര്യങ്ങളൊക്കെ. എന്നാൽ അത്യാവശ്യത്തിന് ഞാൻ മറ്റുള്ള വേറെ 1-2 ഗ്രൂപ്പുകളിലൊക്കെ സജീവമാണ്. ഞാൻ പോകുന്നിടത്ത് ഇതുപോലെ എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ സ്പെൻഡ് ടൈം ഓൺ ദാറ്റ് വൺ. അത്രേ ഉള്ളൂ സാർ, അല്ലാതെ വേറെ ഫുള്ളായിട്ട് കാര്യങ്ങളൊന്നുമില്ല. താങ്ക് യു. ഞാനിപ്പോ തുടങ്ങിയത് ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണത്. ക്ലാസ് എടുക്കാനുള്ള കഴിവായിട്ടില്ല. ആദ്യം ഇങ്ങനെയൊക്കെ കേട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ ആ സഭാകമ്പം ഒന്ന് മാറി കിട്ടാനായിട്ട്. അല്ല, സാബു സാറും അതിന്റെ ഉത്തരവാണ് പറഞ്ഞത്. കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. Yes, ആ yes, ധൈര്യം yes. വരണില്ല. വരും. അല്ല, സാറിന്റെയൊക്കെ ഭാഷയും സാറിനെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം ധൈര്യം ഉണ്ട് സാറിനൊക്കെ. ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അല്ല സാറേ, ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ ജംഷഡ്പൂർ കേരള സമാജത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു 3 കൊല്ലം. അവിടെ വരുന്ന സമയത്ത് പലപ്പോഴും അതിന് ഞാൻ പറയാറുണ്ട് അവിടെ എപ്പോഴും. അവിടെ ആദ്യം അനൗൺസ്മെന്റ് ചെയ്യണ സമയത്ത് ഓരോ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാവുമല്ലോ. അനൗൺസ്മെന്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം അനൗൺസ്മെന്റിലാണ് തുടങ്ങിയത്. നെക്സ്റ്റ് ഐറ്റം ഈസ് എലക്യൂഷൻ കോമ്പറ്റീഷൻ ഫോർ ദ ഏജ് ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയൊരു ഇത് കിട്ടി. പിന്നെ പ്രസിഡന്റ് ആവുമ്പോൾ ഓരോ കാര്യത്തിനും നമുക്ക് പറഞ്ഞേ തീരൂ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണോ ഇവിടെ എനിക്ക് അങ്ങോട്ട് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിവേ ഇറ്റ്സ് ഇൻസ്പിറേഷൻ സാറിന്റെ ആശയവും സാറും സാബു സാറും ഒക്കെ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പറയാറുണ്ട് ഈ ആഴ്ചയിൽ 7 ദിവസം പോരാ, ഒരു 10-12 ദിവസങ്ങൾ വേണം, എന്നാലേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റൂ. അതെ അതെ, നമുക്ക് കണ്ടിട്ട് എടുക്കുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നമ്മളുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ വന്നതിന്റെ ഗുണമാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽസ് നമുക്ക് ഉപയോഗിക്കണം. അത് ഈ പറയുന്ന അതൊരു ഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ആ ഫ്ലോയിൽ കൂടെ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനൊരു ഇതുപോലുള്ള ഒരു ഉത്സാഹം നമുക്ക്, പെർസിസ്റ്റൻസ് വേണം. നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുന്നതിനുള്ള താല്പര്യം വേണം. പിന്നെ അതിങ്ങനെ പൊക്കോളും. ഇപ്പം സാബു സാർ ഒരു വലിയ പങ്കാണ് ഇങ്ങനെയുള്ള എല്ലാവരെയും ചെയ്യുന്നതിൽ. ഈ ഇതിലും കൂടെ ഭയങ്കര മോട്ടിവേഷനാണ് നമുക്ക്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടത്തുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ ഒരു കോൺസ്റ്റന്റ് മോട്ടിവേഷനാണ്. ഇനി ആരും മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതെ, പ്രത്യേകിച്ചും ടോമി സാറിനെ പോലുള്ളവരൊക്കെയും പിന്നെ ഇവിടെ നമ്മുടെ ലങ്കോ സാറ്, ആന്റണി സാറ്, എത്രയോ പേരാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് കാര്യങ്ങൾ മനോഹരമായിട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യൂണീക്ക് പ്രസന്റേഷൻ വേസ് ഉണ്ട്, അറിവുകൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വെറൈറ്റി ഉണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ, സബ്ജക്റ്റ് കൊണ്ടും അവതരണം കൊണ്ടും. പിന്നെ അത് ഓരോരുത്തരുടെ ഒരു കാലിബ്രേഷൻ ആണല്ലോ, ഓരോരുത്തർക്കുള്ള കാലിബറൊക്കെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം വളരെ മനോഹരമാണ്. അത് ദിവസവും ഇപ്പോൾ ഒരു ദിവസമാണെന്ന് ആലോചിച്ച് വേണം സാറേ ഇതിൻ്റെ ആക്ടിവിറ്റി. ഒരു ദിവസം പോലും ഇടവിടവില്ലാതെ അതിന് തടസ്സമില്ലാതെ സാബു സാറിന് അങ്ങനെ അതിന്റെ ഈ പറഞ്ഞ എല്ലാം അതാണല്ലോ, ഒരു മൈൻഡാണ്. അപ്പൊ അങ്ങനെ സാബു സാറിനെ സമ്മതിക്കണം. ഒരു ദിവസം പോലും ഇടവിടാതെ കൃത്യമായിട്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് ഒരേ രൂപത്തിൽ കൊണ്ടുവരുന്നത് വലിയൊരു കാര്യമാണ്. അത് ശരിയാണ്, ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പറഞ്ഞ കമന്റ്സുകൾക്കും ഫീഡ്ബാക്കുകൾക്കും ഒക്കെയും ഒത്തിരി സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുന്നു. ഷീല മാമിന് എന്തോ പറയണമെന്നുണ്ടെന്ന് തോന്നുന്നു.
സാറേ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറയുമായിരുന്നു. കാരണം ഇത് ഫിസിക്സ് പഠിച്ചിട്ടുള്ളത് നമ്മൾ ഈ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ അത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാ മനസ്സിലായത് നമ്മൾ സർവത്ര ചെയ്യുന്നത് ഫിസിക്സാ അല്ലേ സാറേ? അതെ, എല്ലാത്തിനും ഒരു ടച്ച് ഉണ്ടാവും. നമ്മൾ നോക്കിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സയൻസ് ഉണ്ടാവുമല്ലോ എല്ലാ കാര്യത്തിലും. അതെ അതെ അതെ, ഫാദർ ഓഫ് ഗ്രാവിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ന്യൂട്ടനെ ആയിരുന്നു കണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്ക് അല്ലെ, അത് ഇപ്പൊ ന്യൂട്ടന് പകരം പിന്നെ മനോജ് സാറെന്ന് ഇപ്പൊ ഇന്ന് എനിക്ക് പറയേണ്ടി വരികയാണ്. കാരണം പുതിയൊരു ഈ ലോകത്ത് മാറുന്ന എല്ലാത്തിനും കാരണം ഫിസിക്സ് ആണെന്നും ഇതുള്ള ഒരു അറിവ് സാറ് തന്നു. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാറേ, വീഗാർഡിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഒരാളൊരു നിസ്സാരമായിട്ട് കണ്ടുപിടിച്ച ഒരു സാധനമാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ലോണിന് വേണ്ടി അതിന്റെ ഇതിനു വേണ്ടി അദ്ദേഹം ചിറ്റിലപ്പിള്ളിയാണെന്ന് തോന്നുന്നു വീഗാർഡിന്റെ ഓണർ. അപ്പൊ പുള്ളി ലോണിന് വേണ്ടി ഒരുപാട് ബാങ്കുകളെ സമീപിച്ചു. പക്ഷെ ആരും തന്നെ ലോൺ കൊടുക്കാൻ, കാരണം ഇത്തരം ഒരു ഇക്വിപ്മെന്റ് അവർക്കൊരു പുതുമയായത് കൊണ്ട് ഇത് ഫ്ലോപ്പ് ആകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഒരു ബാങ്കും കൊടുത്തില്ല. പിന്നീട് പിന്നെ ഏതോ ഒരു ബാങ്ക് കൊടുത്തു. അതിൽ നിന്നാണ് അദ്ദേഹം ബിസിനസ്സിലൂടെ ഇത്രയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിസിക്സ് സാറ് പറഞ്ഞതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്. കാര്യം ഇതിന് പുറകിൽ കാര്യം ഒരാൾക്കൊരു ഇന്നോവേറ്റീവ് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ എഫേർട്ട് നമ്മൾ ആലോചിച്ച് വെക്കണം. ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കും ഒരു ഘടകം, ഒരുപക്ഷെ അവസരങ്ങളില്ലാത്തതായിരിക്കും വേറൊരു ഘടകം. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് സംഭവങ്ങൾ അല്ലെ വികാസങ്ങളായി മാറുകയും അത് പലർക്കും പലതരത്തിൽ. പിന്നെ സാബു സാറ് പറഞ്ഞ പോലെ പിന്നെ പിടിച്ചാലെങ്കിലും കിട്ടത്തില്ല, അതിങ്ങനെ ഹൈറ്റ്സിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ അതാണ് നമുക്കുള്ള ഒരു അച്ചീവ്മെന്റും അതാണല്ലോ. നമ്മൾ അതിനൊരു അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് ഐ ബിലീവ് ഇൻ ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്. ആരോ എവിടെയോ ഒരു കോസ് ഉണ്ടായത് കൊണ്ടാണ് ഒരു എഫക്ട് ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം റിലേറ്റിവിറ്റി എല്ലാത്തിനും ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു എക്സാമ്പിൾ ഇനി നമ്മുടെ അടുക്കളയിലെ ഒരു കാര്യം പറയാണ് സാറേ. ഈ പുട്ടുണ്ടാക്കുന്ന ഞാൻ പലപ്പോഴും അതിശയത്തോടു കൂടി ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇത് എന്നായിരിക്കും, ഇത് ആരായിരിക്കും ഫസ്റ്റ് ഇത് ചെയ്തിട്ടുള്ളത്, ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റീം കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഇപ്പൊ ആധുനിക രീതിയിലുള്ള ആ പണ്ട് കാലത്ത് ഉണ്ടാക്കിയല്ലോ സാറേ. ഇന്നും അതിന്റെ ടേസ്റ്റിന് വ്യത്യാസം വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു 3-4 പലഹാരങ്ങളെ നമുക്ക് ഇഷ്ടമായിട്ടുള്ളൂ. എല്ലാ അടുക്കളകളിലും അതുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ പൂർവികരുടെ ഫിസിക്സ് ആയിരുന്നു എന്ന് സാറിന്റെ ക്ലാസ്സിലൂടെയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റിയത്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ആരാ കഥ പറയുന്നേ? മനോജ് സാറിന്റെ ക്ലാസ് നന്നായി എന്ന് പറയാൻ അതിന്റെ ഇടയിൽ കൂടെ വിട്ടുപോയി. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്ന സ്ഥലം അടുക്കള തന്നെയാണ്. മോട്ടിവേറ്റ് ചെയ്താലോ മനോജ് സാർ അടുത്ത ആഴ്ച വരുള്ളൂ. അല്ല, എൻകറേജ്മെന്റ് എന്നെ എന്താണ് ഇത്രയും പേര് കേട്ടിരിക്കുക എന്നുള്ളത് തന്നെ എനിക്ക് വലിയ എൻകറേജ്മെന്റ് ആണ് സാറേ. സാറിന്റെ സബ്ജക്ട് എപ്പോഴും പുതുമയുള്ളതാ സാറേ. ആരും പ്രതീക്ഷിക്കാത്ത സബ്ജക്റ്റ് സാർ വരാറുള്ളത്. ഷീലാബീഗം ഡബിളാണോ? അത് ഒരു പിന്നെ ഇൻസ്റ്റൈൻ മൂവ്മെന്റ് ആണോ? ഷീലാബീഗം ഡബിൾ. ഷീലാബീഗം നെയിം 2 എണ്ണം കാണുന്നുണ്ട്. അപ്പൊ ആള് ഡബിൾ ആണോ എന്ന് ചോദിച്ചതാ. തീർച്ചയായിട്ടും സാറേ, അത് സാറിന് മാത്രമേ അറിയത്തില്ല, അതെനിക്ക് അറിയത്തോണ്ട് ചോദിച്ചതാ. പിള്ളേരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പേര് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഷീലാമാവിന്റെ പൊട്ടൻഷ്യൽ അത്രയുണ്ടെന്നുള്ള കാര്യം ഡബിൾ ആയിരിക്കും ചിലപ്പോ. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുഡ് നൈറ്റ്. നമുക്ക് വീണ്ടും കാണാം. കൂടി സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കും. താങ്ക് യു സാർ. നാളെ ആരാ കഥ പറയുന്നേ? കഥ പറയാൻ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം കഥ സാറ് സ്വന്തം കഥയാക്കി മാറ്റിയോ? ഞാൻ നാളെ പറയുന്നേ. ചെറിയ കഥയാണോ വലിയ കഥയാണോ? ബഷീറിന്റെ ജന്മദിനം. ഷുവർ. ഓക്കെ, ആയിക്കോട്ടെ. നാളെ കഥ പറയാനായിട്ട് നമുക്ക് വീണ്ടും ഒത്തുകൂടാം സാറേ. കഥ കേൾക്കാൻ എല്ലാവരും വരിക. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ടോപ്പിക് ഇരിക്കുന്ന അയച്ചിരണേ.